Hi, hello dear ones. Welcome to Exam Point. So today we are going to study a new chapter. അപ്പോൾ അത് നമ്മുടെ യൂണിറ്റും പുതിയതാണ്. അപ്പോൾ യൂണിറ്റ് 3യുടെ ഒരു പേരുണ്ട്. എന്താണ് പേരെന്നറിയോ? സീഡ്സ് ആൻഡ് ഡീഡ്സ്. എന്താണ്? വിത്തുകൾ. സീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? വിത്തുകൾ. ഡീഡ്സ് എന്ന് വെച്ചാൽ പ്രവർത്തികളാണ്. അപ്പോൾ ഈ വിത്തുകളും പ്രവർത്തികളും അത് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ വരുന്നതെന്ന് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതിനു മുമ്പ് നമ്മൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സൊക്കെ തന്നെ കുറച്ചൊരു മോട്ടിവേഷൻ തരുന്നതാണ്. അല്ലെങ്കിൽ ആ മോട്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരാളുടെ ഒരു പ്രസൻസ് ചിലപ്പോൾ വേണ്ടി വരാറുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് ഒരു ഇവൻറ്റ് നടക്കുവാണ്, ഒരു സ്പോർട്സ് ഇവൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇവൻറ്റിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരാളുടെ പ്രസൻസ് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ. സോ അത്രയും മതിയാവും. ചിലപ്പോൾ ഒരു പാട്ട് ഓൺ എ ഷോൾഡർ, ചിലപ്പോൾ ഒരു സപ്പോർട്ട്, ചിലപ്പോൾ ഒരു ഹഗ്, ഇത്രയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ ഒരാൾക്ക്, ആളുടെ പേരൊന്നും മിസ് ഇപ്പോൾ പറയുന്നില്ല, ആ ആൾക്ക് ഒരാളുടെ മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ടു ഈവൺ ആഫ്റ്റർ ഡെത്ത് ആണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുള്ള ഒരു സമയമല്ലേ. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ പാരൻസിൻ്റെ മോട്ടിവേഷൻ ഉണ്ടാവും, ടീച്ചേഴ്സിൻ്റെ മോട്ടിവേഷൻ ഉണ്ടാവും, ഫ്രണ്ട്സ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ചീത്ത കാര്യങ്ങളും ചെയ്യുമ്പോഴും ഫ്രണ്ട്സ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ടാവുമായിരിക്കും അല്ലേ. എന്തായാലും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയോ അങ്ങനെ ലോൺലിനെസ് ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് നോക്കിയേ, എല്ലാവരും ഉണ്ട്, ബി ഹാപ്പി, അങ്ങനെ ജസ്റ്റ് ഒരു വേർഡ് മതിയാവും ചിലപ്പോൾ. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രവർത്തികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ വിത്ത് പാകിയിട്ട് അത് തന്നെയാണ് കൊയ്യുന്നത് അല്ലേ, അത് വലുതായി അതനുസരിച്ച് ഫലം ഉണ്ടാക്കുന്നല്ലേ പറയുന്നത്. അപ്പോൾ സീഡ്സ് ആൻഡ് ഡീഡ്സ്, വിത്തുകളും പ്രവർത്തികളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. എന്താണ് അതിൻ്റെ അർത്ഥം? സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എന്തെങ്കിലും കാര്യം സ്മാർട്ടായിട്ട് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ കഠിനാധ്വാനമാണ്. ഇതിൽ ഏതാണ് വേണ്ടത്? കഠിനാധ്വാനം ചെയ്യാതെ ഒന്നും ലഭിക്കില്ല എന്ന് കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം കുറച്ച് സ്മാർട്ട് വർക്കും കൂടി ആയാലോ? അപ്പോൾ ഇതിലേതാണ് ബെറ്റർ എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ രണ്ടും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലേ. വേഴ്സസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൽ തമ്മിൽ ആരാണ് നല്ലത്. നിങ്ങൾ എന്ത് പറയുന്നു? സ്മാർട്ട് വർക്കാണോ നല്ലത്, ഹാർഡ് വർക്കാണോ നല്ലത്? എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ജനറേഷനോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്നത് സ്മാർട്ട് വർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടിട്ടാണല്ലോ ടെക്നോളജിയൊക്കെ ഇത്രയും ഡെവലപ്ഡ് ആയി, കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ കാര്യങ്ങളൊക്കെ ആക്കിയത് അല്ലേ. സ്മാർട്ട് വർക്ക് വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടിട്ടാണ്. പണ്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത് നമുക്ക് ഇന്ന് വീട്ടിലെ സാധനങ്ങൾ എത്തും. എന്തുകൊണ്ടാണ്? ഫോണിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതിയാവും. സോ സ്മാർട്ട് വർക്കിൻ്റെ ആവശ്യകത എനിക്ക് തോന്നുന്നു എന്നേക്കാൾ അധികം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ കഥയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്. അപ്പോൾ രണ്ടും തമ്മിൽ ആർക്കാണ് വിജയം എന്നാണ്. എല്ലാം മടിയന്മാരാക്കാനുള്ള വർക്കിനെ അല്ല കേട്ടോ മിസ് സ്മാർട്ട് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. കഥ നോക്കാം. വൺസ് 2 men had a heated argument with each other. ഹീറ്റഡ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വഴക്ക് എന്നർത്ഥം കേട്ടോ. എന്താണ്? രണ്ട് ആളുകൾ തമ്മിൽ ഭയങ്കര വഴക്കായി. എന്തായിരുന്നു വഴക്ക്? ഹൂ കുഡ് കട്ട് മോർ ഫയർവുഡ് ഫ്രം മോർണിംഗ് ടിൽ 4 in the afternoon. അതായത് രാവിലെ തുടങ്ങി വൈകുന്നേരം 4 മണി വരെ ആരാണ് ഏറ്റവും കൂടുതൽ വിറക് വെട്ടുന്നത്, അതായിരുന്നു കോമ്പറ്റീഷൻ, അതായിരുന്നു തർക്കം. ദേ ഡിസൈഡഡ് ടു ഫൈൻഡ് ഔട്ട്. അപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ 2 പേരും പറഞ്ഞു ഞാനാണ് കൂടുതൽ വെട്ടുക. അപ്പം മറ്റാളും പറഞ്ഞു ഞാനാണ് കൂടുതൽ വെട്ടണേന്ന്. 2 പേരും തമ്മിൽ തർക്കമാണ്, ഭയങ്കര ചൂടേറിയ തർക്കമാണ്. അപ്പോൾ 2 പേരും വിട്ടു കൊടുക്കുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ കണ്ടുപിടിക്കാം, എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാം. The next morning the 2 men started their work. അപ്പോൾ പിറ്റേ ദിവസം അവർ തീരുമാനിച്ചു രാവിലെ പണി തുടങ്ങാം, കൃത്യം 4 മണിക്ക് പണി അവസാനിപ്പിക്കുക, എന്നിട്ട് നോക്കാലോ, വിറകല്ലേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആരാണ് ഏറ്റവും കൂടുതൽ വെട്ടിയേക്കണേന്ന്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 2 പേരും പണി തുടങ്ങി. At first they worked at the same speed. എന്താണ്? ആദ്യമൊക്കെ 2 പേരും ഒരേപോലെ സ്പീഡിലാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. But in an hour one of them found that the other had stopped cutting. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്താണ്? 2 പേരുണ്ടല്ലോ, അതിലൊരാൾ മനസ്സിലാക്കി മറ്റേയാൾ പണി നിർത്തി. ഓക്കെ, അപ്പോൾ 2 പേര് വെട്ടിക്കൊണ്ടിരിക്കണം, നമുക്ക് സൗണ്ട് കേൾക്കാമല്ലോ. 2 പേര് 2 സ്ഥലത്തു നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരും വെട്ടിക്കൊണ്ടിരിക്കുന്ന സൗണ്ട് നമുക്ക് അപ്പുറത്തു നിന്നായാലും കേൾക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് മനസ്സിലായി മറ്റേയാൾ ഇപ്പോൾ മരം വെട്ടുന്നില്ല എന്ന്. Realizing that this was his chance, the first man started to cut wood with double effort. അപ്പോൾ തിരിച്ചറിയുകയാണ്, ഇത് എനിക്ക് പറ്റിയ അവസരമാണ് അല്ലേ, ഇതാണ് പറ്റിയ അവസരം എന്ന് തിരിച്ചറിഞ്ഞാൽ ആ രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി, നമുക്ക് ഇയാളെ ആദ്യത്തെ വ്യക്തിയാക്കിയാൽ
ആദ്യത്തെ വ്യക്തി എന്താ തീരുമാനിക്കുന്നത്? അയാളുടെ എഫേർട്ടൊക്കെ, അതായത് ഇപ്പം ഇത്തിരി സ്പീഡായിരുന്നെങ്കിൽ ഡബിൾ എഫേർട്ട് എടുത്തിട്ട് അയാൾ കൂടുതൽ മരം വെട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആളെ നമ്മൾ ഇയാളാക്കി കേട്ടോ, ഫസ്റ്റ് പേഴ്സൺ പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് മീൻസ് ഫസ്റ്റ് പേഴ്സൺ ആക്കിയത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ കണ്ടിന്യൂസ് ആയിട്ട് വെട്ടുകയാണ്. സെക്കൻഡ് പേഴ്സണോ 1 മണിക്കൂറായപ്പോൾ അവിടെ മരം വെട്ട് നിർത്തി. സെക്കൻഡ് പേഴ്സണെ കുറിച്ച് നമുക്കിവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ഫസ്റ്റ് പേഴ്സൺ ആണ് അയാളെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഇവിടെ ഡബിൾ എഫേർട്ട് എടുത്തിട്ട് മരം വെട്ടുക. 10 minutes passed and he heard the second man working again. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ രണ്ടാമത്തെ ആള് പണിയെടുക്കുന്നത് പിന്നെയും കേട്ടു. They were working almost synchronously. Synchronously എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഒറ്റ സമയത്ത് തന്നെ ഒരുമിച്ച് പണിയെടുക്കുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ 10 മിനിറ്റ് ആൾ ബ്രേക്ക് എടുത്തേ, 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൾ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. Then the first man found that his opponent had stopped again. പിന്നെ എന്താണ്, ഫസ്റ്റ് മാൻ മനസ്സിലായി, സെക്കൻഡ് മാൻ പിന്നെയും പണി നിർത്തിയെന്ന്. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും പണി നിർത്തി. The first man started work sensing the smell of victory. അപ്പോൾ അയാൾക്ക് വിജയത്തിൻ്റെ മണം അടിച്ചു വന്നു. വിജയത്തിൻ്റെ മണം അടിച്ചു എന്ന് വെച്ചാൽ എന്താ, ജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി. കാരണം ആ സെക്കൻഡ് പേഴ്സൺ എന്താണ് അവിടെ പണി നിർത്തുകയാണ്, ഇടയ്ക്കിടയ്ക്ക് പണി നിർത്തുന്നുണ്ട്. ഈ ഫസ്റ്റ് പേഴ്സണോ പണി നിർത്തുന്നേയില്ല. ദിസ് ലാസ്റ്റഡ് ഓൾ ഡേ ലോങ്. അപ്പോൾ ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഈ ഒരു പ്രോസസ്സ് നടന്നു. 1 മണിക്കൂർ വെട്ടുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, 1 മണിക്കൂർ വെട്ടുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, 1 മണിക്കൂർ വെട്ടുന്നു, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ആ ബ്രേക്ക് എടുക്കുന്ന ആ ഒരു സമയം അല്ലേ, എന്തുകൊണ്ടാണ് ആ ബ്രേക്ക് എടുക്കണത് എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഫസ്റ്റ് പേഴ്സൺ വിചാരിച്ചു ഞാൻ എന്തായാലും വിജയത്തിൻ്റെ അടുത്തെത്തി നിൽക്കുവാണെന്ന്. എവറി അവർ വൺ ഓഫ് ദം സ്റ്റോപ്പ് ഫോർ 10 minutes ആൻഡ് ദ അതർ കണ്ടിന്യൂ ടു വർക്ക്. അതിലൊരാൾ ഓരോ മണിക്കൂർ കൂടുമ്പോൾ 10 മിനിറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് വർക്ക്, അടുത്ത ആൾ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്. When the time expired, the first man who worked without stopping was absolutely sure that he would win the prize. എന്താണ്, ഫസ്റ്റ് പേഴ്സൺ ഉറപ്പായിരുന്നു എന്ത് വന്നാലും ഞാനാണ് ജയിക്കാൻ പോകുന്നത്. കാരണം അയാൾ 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല, അയാൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. ബട്ട് ഹി വാസ് സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് ഹി വാസ് മിസ്റ്റേക്കൺ. പക്ഷെ അയാൾ ഷോക്ക്ഡായി, അല്ലെങ്കിൽ അയാൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം അയാളല്ല ജയിച്ചത്, അയാൾക്ക് തെറ്റ് പറ്റിയെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ ഭയങ്കര സർപ്രൈസ്ഡായി. അതായത് കണ്ടിന്യൂസ് വർക്ക് ചെയ്ത ആള് എന്നെക്കാളും ആ ബ്രേക്ക് എടുത്ത ആളാണ് കൂടുതൽ മരം വെട്ടിയത്. എന്തായിരിക്കാം കാരണം? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഹി ആസ്ക്ഡ് ഹിസ് പാർട്ട്ണർ. അതെങ്ങനെ സംഭവിച്ചു? പാർട്ട്ണറിനോട് ചോദിച്ചു. എവറി hour I found that you stopped work for 10 minutes. How could you cut more firewood than me? It is impossible. എന്താണ് അയാൾ പറയുന്നത്? ഓരോ മണിക്കൂർ ഇടവിട്ട് 10 മിനിറ്റ് നീ നിർത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്നിട്ടും എന്നേക്കാൾ കൂടുതൽ മരം നീ എങ്ങനെയാണ് വെട്ടിയത്? അതൊരിക്കലും നടക്കാൻ പോകുന്നതല്ല എന്നാണ് അയാൾ പറയുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഇൻ ഫാക്ട് ആൻസർഡ് ദ സെക്കൻഡ് മാൻ. അത് ഭയങ്കര സിമ്പിൾ ആണ് എന്നാണ് സെക്കൻഡ് മാൻ പറയുന്നത്. എങ്ങനെയാണ് സിമ്പിൾ ആവുന്നത്? എവറി hour I stopped the work for 10 minutes and when you were cutting I was sharpening my axe. ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ബ്രേക്ക് എടുത്തത് എന്തിനാ? ചുമ്മാ ഇരിക്കാനല്ലായിരുന്നു. എന്തിനായിരുന്നു? മരം വെട്ടുന്നത് എന്തുകൊണ്ടാ? കോടാലി കൊണ്ടാ. ആ കോടാലിക്ക് മൂർച്ച കൂട്ടുകയായിരുന്നു ആ 10 മിനിറ്റ്. ഒരു മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ സ്പീഡിൽ വെട്ടാൻ പറ്റും അല്ലേ? അതേസമയം രാവിലെ തുടങ്ങിയ ആ കണ്ടിന്യൂസ് മൂർച്ചയൊന്നും വെക്കാതെ ആ കോടാലി കൊണ്ട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മൂർച്ചയുണ്ടോ? ഇല്ല. അപ്പോൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേച്ചേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്മാർട്ട് വർക്ക് അല്ലേ? വാട്ട് ഈസ് ദിസ് അനക്ഡോട്ട് അബൌട്ട്? എന്തായിരുന്നു ഈ അനക്ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ അനക്ഡോട്ട് എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറി വിത്ത് എ മോറലാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അനക്ഡോട്ടിൽ എന്തായിരുന്നു? സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക് ആയിരുന്നു അല്ലേ? രണ്ടുപേരും തുല്യമായിട്ട് പണിയെടുക്കാൻ വന്നവരാ. അതിൻ്റെ ഇടയിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നുണ്ട്. ആ 10 മിനിറ്റ് ബ്രേക്കിൽ അവിടെ മൂർച്ച കൂട്ടുകയാണ്, ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ്. അപ്പോൾ ഇരട്ടി പണിയെടുക്കാൻ പറ്റും. ഓരോ മണിക്കൂർ ഇടവിട്ട് അതേ പ്രോസസ്സ് അയാൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അയാൾക്ക് ഡബിൾ പണിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ നമ്മുടെ ബ്രെയിനും അല്ലേ? ചെറിയ ഈ ഓരോ പീരീഡ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു 35-45 മിനിറ്റ് ആണ് ഓരോ പീരീഡ്. ആ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ ലൈക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ആവണം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനൊന്ന് ഇത്തിരി റെസ്റ്റ് വേണം. സോ അപ്പോൾ അതാണ് ആ റെസ്റ്റിംഗ് പീരീഡ്. ആ റെസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞ് ഇപ്പോൾ ആ റെസ്റ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് തന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഫോർ ലോങ് മോർണിംഗ് ടിൽ ഈവനിങ്. ഞാൻ തന്നെ മാത്രം ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാൽ എങ്ങനെയുണ്ടാകും? എന്ത് വന്നാലും നിങ്ങൾക്ക് ബോറടിക്കും. ഞാനത് അത്ര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ബോർഡ് അല്ലേ? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് അതിനൊരു കപ്പാസിറ്റി ഉണ്ട്.
ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ 45 മിനിറ്റ്സ് എന്നുള്ളത് നിങ്ങളുടെ ഒരു പീരിയഡ് ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചർ വന്നു പോകുന്ന ആ ഒരു സമയം നിങ്ങളുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുകയാണ് അവിടെ. പിന്നെ അടുത്ത ടീച്ചർ അടുത്ത സബ്ജക്റ്റാണ് നിങ്ങളോട് പറയുന്നത്. സോ ആ ബോർഡ് അവിടെ വരുന്നില്ല. അതേസമയം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റ് തന്നെ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് സ്മാർട്ട് വർക്ക്. ഇതറിഞ്ഞിട്ടാണോ എന്തോ പണ്ട് തുടങ്ങി നമ്മൾ ടൈം ടേബിളിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? നമ്മുടെ ക്ലാസ് റൂമിലെ ടൈം ടേബിളൊക്കെ നോക്കിയാൽ അറിയാം എല്ലാ സബ്ജക്ട്സിനും ടൈമുണ്ട്, എല്ലാ സബ്ജക്ട്സിനും ലിമിറ്റഡ് ടൈമുമാണ് അല്ലേ? അത് ഇപ്പം എന്തോ ആവട്ടെ, ഇപ്പം നിങ്ങൾ പടം വരക്കുകയാണ്, കുറേ നേരം പടം വരച്ച് കഴിയുമ്പോൾ ആ പടം വരക്കണേൻ്റെ ആത്മാർത്ഥതയൊക്കെ മാറും. അപ്പം നിങ്ങളൊരു കുറച്ച് നേരം കൈക്ക് ബ്രേക്ക് കൊടുക്കൂലേ? ബിക്കോസ് ആ ടയേർഡ്നെസ്, അല്ലാതെ കണ്ടിന്യൂസ് വരക്കണേക്കാൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നു കഴിയുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് വിത്ത് എ റിഫ്രഷ് മൈൻഡ്. അപ്പോൾ ആ ഒരു ഗുണമാണ് കാണുന്നത് അല്ലേ? ഹൂ എമംഗ് ദ 2 ക്യാരക്ടേഴ്സ് ഡു യു തിങ്ക് ഇസ് സ്മാർട്ട്? എന്തുകൊണ്ട്? വൈ? എന്താണ്? സെക്കൻഡ് പേഴ്സൺ ആണ് ഒബ്വിയസ്ലി സ്മാർട്ട്. ബിക്കോസ് എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് കട്ടിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി ഹി വാസ് ഷാർപ്പണിങ് ദ ആക്സ്. അതുകൊണ്ടിട്ട് തന്നെയാണ് സോ ദാറ്റ് ഹി കുഡ് കട്ട് മോർ വുഡ് അല്ലേ? കൂടുതൽ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ് സ്മാർട്ട്. വാട്ട് മോറൽ ഡസ് ദ അനക്ഡോട്ട് കൺവേ? എന്താണ് ഈ അനക്ഡോട്ട് പറയുന്നത്? എന്താണ് പറഞ്ഞു തരുന്നത്? നമ്മളും സ്മാർട്ട് വർക്ക് പ്രിഫർ ചെയ്യണം, ഹാർഡ് വർക്ക് വേണ്ട എന്നല്ല. അവിടെ ആ മരം വെട്ടുന്ന ആൾ, രണ്ടാമത്തെ ആൾ മരം വെട്ടാതിരിക്കുന്നില്ല, ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് എടുത്ത് ആ ആക്സിന് മൂർച്ച കൂട്ടുന്നെന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായല്ലോ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഹാർഡ് വർക്ക് വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. രണ്ടും കൂടെ വേണം അല്ലേ? ഹാർഡ് വർക്കും വേണം, ഒപ്പം കുറച്ച് സ്മാർട്ട് വർക്കും കൂടി ആയാൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ പറ്റും. അപ്പോൾ യൂണിറ്റ് 3 നമ്മൾ പഠിച്ച സീഡ്സ് ആൻഡ് ഡീഡ്സ് അത് നമ്മൾ കണ്ടു. അപ്പം നമ്മൾ ഇനിയും ചാപ്റ്ററിലോട്ട് പോവുകയാണ്. ചാപ്റ്ററിൻ്റെ നെയിം എന്താണ്? ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. എവിടെയാണ് വെളിച്ചം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഇമേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മലമുകളിലാണ് വെളിച്ചമുള്ളത്, അല്ലെങ്കിൽ കുന്നിൻ മുകളിലാണ് ആ വെളിച്ചമുള്ളത്. ആ കുന്നിൻ മുകളിലെ വെളിച്ചവും ഈ ചാപ്റ്ററിൻ്റെ പേരും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്തായാലും വി വിൽ സ്റ്റഡി അബൌട്ട് ദ ഓഥർ ഫസ്റ്റ്. അബൌട്ട് ദ ഓഥർ ആരാണ്? ലൂസി ക്ലിഫോർഡ് ആണ് ഓഥർ. ഓഥറിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ലൂസി ക്ലിഫോർഡ് ആണ് ഓഥർ. ജനിച്ചത് 1846, മരിച്ചത് 1929. ബെറ്റർ നോൺ ആസ് മിസ്സസ് WK ക്ലിഫോർഡ്. അപ്പോൾ കോമൺലി അല്ലെങ്കിൽ പെട്ടെന്ന് പോപ്പുലാരിറ്റി ഉള്ള പേര് എന്ന് പറയുന്നത് ലൂസി ക്ലിഫോർഡ് എന്നല്ല, മിസ്സസ് WK ക്ലിഫോർഡ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നെയിമിലായിരിക്കും കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്, ജേർണലിസ്റ്റും ആയിരുന്നു. അപ്പോൾ നോവലിസ്റ്റും ജേർണലിസ്റ്റും ആയിരുന്നു. ദ വൈഫ് ഓഫ് വില്യം കിങ്ഡം ക്ലിഫോർഡ്. ഞാൻ പറഞ്ഞില്ലേ WK ക്ലിഫോർഡ് വില്യമാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ബെസ്റ്റ് നോൺ സ്റ്റോറി മിസ്സസ് കീത്ത് ക്രൈംസ് 1885 എഴുതിയതാണ്. വാസ് ഫോളോഡ് ബൈ സെവറൽ അതർ വോള്യൂംസ്. കുറേ ഒരു ബുക്ക് എഴുതിയിട്ട് അതിൻ്റെ പിന്നെയും കുറേ വോള്യൂംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഷീ ഓൾസോ റോട്ട് ദ ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ്. 1892 ലാസ്റ്റ് ടച്ചസ് ആൻഡ് അതർ സ്റ്റോറീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻഡ് മിയർ സ്റ്റോറീസ് 1896 എഴുതി. ആൻഡ് എ പ്ലേ എ വുമൻ എലോൺ എന്ന് പറഞ്ഞൊരു പ്ലേ എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇൻ 1898. ഷീ ഈസ് പെർഹാപ്സ് മോസ്റ്റ് ഓഫൺ റിമെമ്പേർഡ് ഹവർ ആസ് ദ ഓഥർ ഓഫ് ദ എനിഹൗ മോറൽ സ്റ്റോറീസ്, മോറൽ ആൻഡ് അതർവൈസ്. എന്തൊക്കെയാണ് സ്റ്റോറീസിൻ്റെ പേരല്ലേ? നമുക്കൊരു എന്താ പറയണം, ടങ് ട്വിസ്റ്റേഴ്സ് പോലെ തോന്നുന്ന ഒരു പേരുകളാണ്. എനിഹൗ സ്റ്റോറീസ്, മോറൽ ആൻഡ് അതർവൈസ് 1882 എഴുതിയതാണ്. കളക്ഷൻ ഓഫ് സ്റ്റോറീസ് റിട്ടൺ ഫോർ ചിൽഡ്രൻ. കുട്ടികൾക്ക് വേണ്ടി എഴുതിയ കഥയാണ് കൂടുതൽ കോമൺ ആയിട്ട് ഓഫൺ റിമെമ്പേർഡ്. അതിനാണ് നമ്മൾ ലൂസി ക്ലിഫോർഡിനെ മിക്കപ്പോഴും ഓർക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ കഥ നല്ല കഥയായിരിക്കണം. എന്തായാലും മിസ് വായിച്ചിട്ടില്ല, സമയം കിട്ടുമ്പോൾ ഈ ടൈറ്റിലൊക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള ഓതേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഇല്ലേ, നിങ്ങളുടെ ബുക്കിൽ ഇഷ്ടംപോലെ ഓതേഴ്സിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓതേഴ്സിൻ്റെ വേറെ ബുക്സ് നിങ്ങൾ കഥയിലുള്ള സ്റ്റോറീസ് അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, അല്ലാത്തതും കൂടി റെഫർ ചെയ്ത് വായിക്കാനൊക്കെ നോക്കുക. സോ യു ക്യാൻ ഓൾസോ ഇംപ്രൂവ് യുവർ നോളേജ് അല്ലേ? പുറത്ത് പുസ്തകങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. മൂവിങ് ഓൺ ടു ദ സ്റ്റോറി. യു ഹാവ് റെഡ് ദ അനക്ഡോട്ട് സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്ക്, ഹാവൻറ്റ് യു? നമ്മൾ വായിച്ചില്ലേ? അനക്ഡോട്ട് വായിച്ചു, സ്മാർട്ട് വർക്ക് വേഴ്സസ് ഹാർഡ് വർക്കിനെ കുറിച്ച് കണ്ടു ഇല്ലേ? കണ്ടില്ലേ? മനസ്സിലായല്ലോ? സ്മാർട്ട് വർക്ക് ഡൺ വിത്ത് ഡെഡിക്കേഷൻ ബ്രിങ്സ് സക്സസ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ സ്മാർട്ട് വർക്ക് എന്തൊക്കെ വേണം? ഒപ്പം ഡെഡിക്കേഷൻ വേണം, അപ്പോൾ നമുക്ക് വിജയവും കിട്ടും, പിന്നെന്താണ്, സന്തോഷവും കിട്ടും. അപ്പോൾ ഡെഡിക്കേഷൻ വേണം അവിടെ. എന്ത് ചെയ്താലും നമുക്ക് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനൊക്കെയാണ്. നമുക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിജയം ഉണ്ടാവില്ല, സന്തോഷവും കിട്ടില്ല. റീഡ് ദ സ്റ്റോറി അബൌട്ട് എ ബോയ് ഹു വാണ്ടഡ് ടു പെയിൻറ്റ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ബോയിനെ കുറിച്ചാണ്. ആ ബോയുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത്. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഇൻസ്പയർഡ് ഹിം ഇൻ ഹിസ് ജേർണി. ആ
കുട്ടി ആ പടം വരയ്ക്കാനുള്ള ആഗ്രഹം ആ കുട്ടിക്കുണ്ട്. അപ്പോൾ ആ പടം വരയ്ക്കാനുള്ള ആ യാത്രയിൽ ആ കുട്ടിയെ ഇൻസ്പയർ ചെയ്തത് എന്താണ് എന്നാണ് നമ്മളിനി നോക്കിക്കാണാൻ പോകുന്നത്. I want to work at my picture, he said and went into the field. അപ്പോൾ എന്താണ് ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ കാണുന്നത്. അതിലെ കഥയിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? ഐ വോണ്ട് ടു വർക്ക് അറ്റ് മൈ പിക്ചർ. എനിക്ക് എൻ്റെ പടത്തിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പടത്തിന് വേണ്ടി എനിക്ക് ജോലി എടുക്കണം എന്നാണ് പറയുന്നത്. ഹീ സെഡ്. ആരാണ് ഹീ എന്ന് പറയുന്നില്ല, അപ്പോൾ ഒരു ബോയ് ആണ് പറയുന്നത്. ആൻഡ് വെൻറ്റ് ഇൻ ടു ദ ഫീൽഡ്. എന്താണ് പാടത്തോട്ട് പോയി. ദ ലിറ്റിൽ സിസ്റ്റർ വെൻറ്റ് ടു ആൻഡ് സ്റ്റുഡ് ബൈ ഹിം വാച്ചിങ് വൈൽ ഹി പെയിൻറ്റഡ്. അപ്പോൾ ആ ബോയ്ക്ക് ഒരു ലിറ്റിൽ സിസ്റ്ററും കൂടെയുണ്ട്, ഒരു കുഞ്ഞനിയത്തിയുണ്ട്. അപ്പോൾ ആ കുഞ്ഞനിയത്തിയും കൂടെ പോയി. എന്നിട്ട് അടുത്ത് നിന്ന് വാച്ച് ചെയ്യാൻ തുടങ്ങി. ചേട്ടൻ എന്താണ് വരയ്ക്കുന്നത്, പെയിൻറ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് നിന്നു. ദ ട്രീസ് ആർ നോട്ട് ക്വൈറ്റ് സ്ട്രേറ്റ്, ഷീ സെഡ്. ഓ ആൻഡ് ഓ ഡിയർ ബ്രദർ, ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. എന്താണ് കുട്ടി പറയുന്നത്? മരമൊക്കെ നേരെയല്ല. പിന്നെ എന്താണ് പറയുന്നത്? ഓ പ്രിയപ്പെട്ട ചേട്ടാ, എന്താ പറയുന്നത്? ദ സ്കൈ ഈസ് നോട്ട് ബ്ലൂ ഇനഫ്. ഈ ആകാശത്തിന് അത്ര നീല കളർ പോരാ എന്നാണ് പറയുന്നത്. അത്ര നീല കളർ അല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ ഓൾ കം റൈറ്റ് സൂൺ, ഹി ആൻസേർഡ്. വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്? അതൊക്കെ ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന മറുപടി കൊടുക്കുക. എന്നിട്ട് പറയും വിൽ ഇറ്റ് ബി ഓഫ് എനി ഗുഡ്. അത് എന്തെങ്കിലും നല്ലത് ഉണ്ടാക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അതായത് മരത്തിലെ പടത്തിലെ മരമൊക്കെ എന്താണ് സ്ട്രെയിറ്റ് അല്ല, പിന്നെ ആകാശത്തിന് നല്ല നീല വെളിച്ചമൊന്നുമില്ല, നീല കളറൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താണ് അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഗുണം ഉണ്ടാവുമെന്നാണ് ചേട്ടൻ ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് പടത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പടത്തിൽ അങ്ങനെ ഒരു കളറിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാവുന്നതാണ് ചോദിക്കുന്നത്. ഓ യെസ്, ഷീ സെഡ്, വണ്ടറിങ് ദാറ്റ് he should even ask. എന്താണ്? പിന്നല്ലാതെ, തീർച്ചയായിട്ടും അത് അത്ഭുതപ്പെടുകയാണ് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടാകുന്നത്. കാരണം എന്താണ്, നമ്മളൊരു ആകാശം കാണുമ്പോൾ നമുക്കറിയാം മിക്കപ്പോഴും ആകാശം ഏത് കളറാ? ബ്ലൂ കളറാ അല്ലേ. മഴക്കാരൊക്കെ ഉള്ളപ്പോഴാണ് ആകാശത്തിൻ്റെ കളർ എന്ത്? ഇരുണ്ട് ഒരു ഗ്രേയിഷ് കളറൊക്കെ വരുന്നത്. പല പല കളറൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, എന്നല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്നത് തീർച്ചയായും പിന്നെ കളറൊക്കെ വേണ്ടേ, എൻ്റെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാകുന്ന പോലും അത്ഭുതപ്പെടുകയാണ് കുട്ടി. ഇറ്റ് വിൽ മേക്ക് പീപ്പിൾ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ് അല്ലേ. അങ്ങനെ ഉള്ളപ്പോഴാണ് ജനങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ എന്ത് വരുള്ളൂ? സന്തോഷം വരുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഇരുണ്ട ഒരു കാലാവസ്ഥയിലുള്ള ഒരു പടം കാണുമ്പോൾ വാട്ട് ഡു യു ഫീൽ? എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഞാനിപ്പോൾ 2 പിക്ചേഴ്സ് കാണിക്കുവാണെന്ന് വിചാരിക്കുക. ഒരു പടത്തിൽ നല്ല പ്രകാശമുള്ള അല്ലെങ്കിൽ നല്ലൊരു പകൽ വെളിച്ചത്തിലുള്ള സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു പിക്ചറും, ഒരു സ്ഥലത്ത് ഒരാൾ ബാക്കിലോട്ട് തിരിഞ്ഞ് നിൽക്കണ കുറച്ച് ഗ്ലൂമി സ്കൈ, അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ 2 പിക്ചറും നിങ്ങൾ പെട്ടെന്ന് അനലൈസ് ചെയ്യും. ഒന്നിൽ സന്തോഷവും ഒന്നിൽ സങ്കടമാണെന്ന് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു പിക്ചറിൽ നോക്കുമ്പോൾ എന്താ തോന്നണം? സന്തോഷം തോന്നണ്ടേന്നാണ് ആര് പറയുന്നത്? ഈ കുഞ്ഞനിയത്തി പറയുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോഴാണ് ആളുകൾക്ക് സന്തോഷം കിട്ടുന്നതെന്നാണ് പറയുന്നത്. ദേ വിൽ ഫീൽ ആസ് ഇഫ് ദേ വെർ ഇൻ ദ ഫീൽഡ്. അവർക്ക് തോന്നും അവർ ഈ പാടത്തുള്ളതുപോലെ അവർക്ക് ഫീൽ ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിലോട്ട് പോയി നമ്മളും ആ സിനിമയിൽ ജീവിക്കുകയാണ് ആ കുറച്ച് സമയം, ഒരു 2-2.5 മണിക്കൂർ അവിടെയാണ് നമ്മൾ. ഒരു ബുക്ക് വായിക്കുമ്പോൾ അതിപ്പോൾ ഏത് സ്ഥലത്തെ ബുക്കായിരിക്കോട്ടെ, നമ്മൾ ആ കഥാപാത്രത്തിനൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു പടവും വരയ്ക്കുമ്പോൾ. ആ പടം നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ സ്ഥലം, ഇപ്പം നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ ഒരു പാടത്തിൻ്റെ ഒരു പടമാണെന്ന് വിചാരിക്കുക. നമ്മളും ആ പാടത്തെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാണല്ലോ ഇങ്ങനെയൊക്കെ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാ? അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇമ്പാക്റ്റ് നമുക്കും കിട്ടണം അല്ലേ. ഇപ്പോൾ മഴവില്ലിൻ്റെ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ആ മഴവില്ല് നേരിട്ട് കാണുന്ന ഒരു ഇമ്പാക്റ്റാണ് നമുക്ക് വേണ്ടത്. അത് മഴവില്ല് നമുക്ക് തോന്നുന്ന പോലെ കളർ അടിക്കാൻ പറ്റുമോ മഴവില്ലിന്? ഇല്ലല്ലോ. സോ നമ്മൾ ആ ഇമ്പാക്റ്റ് കിട്ടണം. അതിനാണ് നമ്മൾ പടം വരയ്ക്കുന്നതായാലും സിനിമ കാണുന്നതായാലും ബുക്ക് എന്താണെങ്കിലും. മനസ്സിലായോ? ഇപ്പം ഈ പാഠം പഠിപ്പിക്കുമ്പോൾ ഈ പാഠത്തിൻ്റെ ഇമ്പാക്റ്റ് അതെന്താണോ അതാണല്ലോ നിങ്ങൾക്ക് കിട്ടേണ്ടത്. ഈ പാഠത്തിന് പകരം വേറൊരു പാഠത്തിനെ കുറിച്ച് മിസ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവോ? ഇല്ലല്ലോ. സോ ആ ഇമ്പാക്റ്റാണ് നമുക്ക് വേണ്ടത്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി? എന്താണ് ചോദിക്കുന്നത്? ഞാനതപ്പോൾ മോശമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്കത് കാണുമ്പോൾ ദുഃഖം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവർക്ക് സന്തോഷം ഇല്ലാതാവോ എന്നാണ് ആ ബോയ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് അനീതയുടെ മറുപടി? If you do your work with dedication and honesty, people will know how hard you have tried, she answered. And for this reason, they will like your work. എന്താണ് പറയുന്നത്? ഇപ്പം നമുക്കറിയാം,
ഈ ലോകത്ത് എല്ലാ പടങ്ങളും നമുക്ക് സന്തോഷം തരുന്നതല്ലല്ലോ, കുറേ പടങ്ങൾ ദുഃഖങ്ങളും കാണിച്ചേനല്ലോ ഇല്ലേ. ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മിക്ക കവികളായാലും എഴുത്തുകാരായാലും പടം വരക്കുന്ന ആൾക്കാരായാലും ചിത്രകാരന്മാർ അല്ലേ, അവരൊക്കെ ചെയ്തു വെക്കുന്നത് ജീവിതം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. അല്ലാതെ ജീവിതത്തിൽ സന്തോഷം മാത്രമാണോ? ആണോ? അല്ലല്ലോ, സങ്കടങ്ങളും എനിക്ക് തോന്നുന്നു സങ്കടങ്ങളാണ് കൂടുതൽ. അപ്പൊ എന്തായാലും അപ്പൊ അത് കാണണ്ടേ. അപ്പൊ എന്താണ് ചോദിക്കുന്നത്, അപ്പൊ ഞാൻ മോശമായിട്ട് വരച്ചു കഴിഞ്ഞാല് അവർക്ക് കാണുമ്പോൾ സങ്കടം ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ എന്താണ് അനിയത്തിയുടെ മറുപടി? അങ്ങനെയല്ല, നീ നല്ല ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും എല്ലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നീ എന്തോരം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. അതിപ്പോൾ നമുക്കൊരു പടം വരയ്ക്കുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തോരം പരിശ്രമം അവിടെ ഉണ്ടെന്നുള്ളത് ഇല്ലേ. ഇപ്പൊ ഒരു പടം തന്നെ ഒരു ആപ്പിൾ എന്ന് വെച്ചോ, ഒരു ആപ്പിൾ തന്നെ നമുക്ക് 2 തരത്തിൽ വരയ്ക്കാം. വെറുതെ ആപ്പിൾ വരക്കാം, ആപ്പിളിനെ കാണുന്ന അതേ ഫീലോടുകൂടി തന്നെ ആപ്പിളും വരക്കാം. അപ്പോൾ ആ 2 ആപ്പിളും കാണുമ്പോൾ ഏത് ആപ്പിളിനെ ആയിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇല്ലേ? 2ാമത്തെ ആപ്പിളാണ് നല്ല ഭംഗിയായിട്ട് വരച്ചിരിക്കുന്ന ആപ്പിൾ. അപ്പോൾ നമ്മൾ വരക്കുന്ന എടുക്കുന്ന ഹാർഡ് വർക്ക് പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അനിയത്തി പറയുന്നത്. ഫോർ ദിസ് റീസൺ, അതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് തന്നെ നിന്റെ ജോലി അവർക്ക് ഇഷ്ടപ്പെടും എന്നാണ് ആര് പറയുന്നത്? അനിയത്തി പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം കാണാം, എന്താണ്? ചേട്ടനാണ്, അനിയത്തിയാണ്. പക്ഷെ ആർക്കാണ് പക്വത കൂടുതൽ, അല്ലെങ്കിൽ ആരാണ് ഭയങ്കര മെച്യൂർ ആയിട്ട് സംസാരിക്കുന്നത്? അനിയത്തിയാണ് അല്ലേ. ലുക്ക് അപ്പ്, ഷീ സെഡ് സഡൻലി. ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേരെത്തി. എന്ത് നോക്കാനാണ് അനിയത്തി പറയുന്നത്? ലുക്ക് അപ്പ്, പെട്ടെന്ന് നോക്കാനാണ് അല്ലേ. പെട്ടെന്ന് പറയാണ് ഞാട്ട് നോക്കൂന്ന്. എന്താണ്? ലുക്ക് അപ്പ് അറ്റ് ദ ലൈറ്റ് അപ്പോൺ ദ ഹിൽസ്, ആ കുന്നിന്റെ മുകളിലുള്ള വെളിച്ചം നോക്കാനാണ് പറയുന്നത്. ആൻഡ് ദേ സ്റ്റുഡ് ടുഗദർ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈയിങ് ടു പെയിന്റ്, അറ്റ് ദ ട്രീസ് ആൻഡ് ദ ഫീൽഡ്, അറ്റ് ദ ഡീപ് ഷാഡോസ് ആൻഡ് ദ ഹിൽസ് ബിയോണ്ട് ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പോൺ ദം. അപ്പോൾ ആ കുന്നിന്റെ മുകളിലുള്ള ആ വെളിച്ചം, ആ പടം നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇമേജ് തന്നെയാണ്. ആ പടം ഇങ്ങനെ വരുമ്പോൾ, ആ വെളിച്ചം ഇങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാം ഭംഗിയാണ് മൊത്തത്തിൽ അല്ലേ. ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഒരു സമയത്ത് ആ സൂര്യൻ്റെ ആ പ്രകാശം എല്ലായിടത്തും പരക്കും അല്ലേ. സൂര്യൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്, തന്നിൽ മാത്രമല്ല പ്രഭ അവശേഷിപ്പിക്കുന്നത്, എല്ലായിടത്തും കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് എന്തായാലും സൂര്യന്. അതൊക്കെ മിസ്സിൻ്റെ വേർഷനാണ് കേട്ടോ. അപ്പോൾ ലുക്കിംഗ് അറ്റ് ഓൾ ഹി വാസ് ട്രൈയിങ് ടു പെയിന്റ്, അപ്പോൾ പടം വരക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ മരങ്ങളെയും പാടവും പിന്നെന്താണ് ഇത് നിഴല്, ഈ സൂര്യൻ വരുമ്പോൾ എന്താണ് നിഴലും വരൂലേ, പിന്നെ എന്താണ് ഹിൽസ് ബിയോണ്ട്, അതിൻ്റെ മലകളുടെ അപ്പുറത്തുള്ള സാധനങ്ങൾ, ആൻഡ് ദ ലൈറ്റ് ദാറ്റ് റെസ്റ്റഡ് അപ്പ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിൽക്കുന്ന ആ ലൈറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ആ പടം നോക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ പടം കാണാം ഇല്ലേ, ഈ പടം നമുക്ക് കാണാം, ആ പടത്തിൻ്റെ ഭംഗി നമുക്ക് കാണാം. അപ്പോൾ അതാണ് ഇവിടെ പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആര്? ഇത് ചേട്ടനും നിൽപ്പുണ്ട്, ഇവിടെ അനിയത്തി നിൽപ്പുണ്ട് അല്ലേ. അപ്പോൾ അവർ പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലൈറ്റ് വരുന്ന ആ സമയത്തിലുള്ള ആ പടമാണ്. ദ സൺലൈറ്റ് വാസ് ഗ്ലിമറിങ്. ആ സൺലൈറ്റ് എങ്ങനെയായിരുന്നു? ഗ്ലിമറിങ് ആയിരുന്നു, നല്ലോണം തെളിമയുള്ള സൂര്യപ്രകാശത്തിൽ തെളിമയുള്ള, അതായിരുന്നു ഗ്ലിമറിങ് എന്ന് ഉദ്ദേശിക്കണം. ദ ലീവ്സ് വെയർ റസ്ലിംഗ്. ലീവ്സ് ഈ ഇലയൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഇളകുമ്പോൾ ഉള്ള സൗണ്ട് ഇല്ലേ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് റസ്ലിംഗ്. ദെൻ ദേ കുഡ് ഹിയർ എ സ്ട്രീം റിപ്ലിംഗ് സംവെയർ. അവർക്ക് എവിടെയൊക്കെയോ ആ വെള്ളം, ഒരു അരുവി ഒഴുകിപ്പോകുന്ന സൗണ്ട്. അപ്പോൾ വെള്ളം ഒഴുകുന്ന സൗണ്ട് നമുക്കറിയാം ഇങ്ങനെ നല്ലൊരു ഓളവും താളവും ഒക്കെ ഉള്ള, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് റിപ്ലിംഗ് അല്ലേ. സ്ട്രീം, ഒരു അരുവി ഒഴുകുന്ന ആ സൗണ്ട് എവിടെയോ ഉണ്ട്, അവരത് കണ്ടിട്ടില്ല. അപ്പോൾ ആ സ്ട്രീം റിപ്ലിംഗ് സംവെയർ, അതുകൊണ്ടാണ് എവിടെയോ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ഗേൾ സെഡ്. എന്താണ് പെൺകുട്ടി പറയുന്നത്? ഇതൊരു മനോഹരമായ ലോകമാണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ടു മേക്ക് തിങ്സ് ഫോർ ഇറ്റ്. അപ്പോൾ അത് തന്നെ നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ലോകമാണ്. ആ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണെന്നാണ് പെൺകുട്ടി പറയുന്നത്. മനസ്സിലായോ? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ്, ദ ബോയ് എക്കോഡ് സാഡ്ലി. അപ്പോൾ ഓൾറെഡി അനിയത്തി പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് പറയുവാണ്, അതാണ് എക്കോഡ് അല്ലേ. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേൾഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. എന്താണ് പറയുന്നത്? ഈ ലോകത്തിലെ പാപം എന്ന് ഈ ആൺകുട്ടിയോട് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ആ ലോകത്തിൽ എന്തെങ്കിലും ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇംപെർഫെക്റ്റ്ലി, അതായത് ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ചെയ്യുകയോ അല്ലെങ്കിൽ ബാഡ്ലി മോശമായിട്ട് ചെയ്യുകയോ ചെയ്താൽ റിപ്രസെൻറ്റ് ദ വേൾഡ് ബാഡ്ലി. അതായത് ഇപ്പം പടം വരയ്ക്കുവാണ്, ആ ലോകത്തെ തന്നെ പ്രതിനിധീകരിക്കുവാണ് പടത്തിലൂടെ അല്ലേ. ഇപ്പോൾ ആ ലൈറ്റ് ഓൺ ദ ഹിൽസ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓൺ ദ ഹിൽസിനെയാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്ന പടത്തിലൂടെ. അപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് ചിത്രീകരിക്കുകയോ പിന്നെ ഇംപെർഫെക്റ്റ് ആയിട്ട്, അതായത് പെർഫെക്ഷൻ ഇല്ലാണ്ട് നല്ല ഭംഗിയാവാതെ അത്രയും പൂർണ്ണതയോടെ ചിത്രീകരിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ അതാണ് ഒരു പാപമെന്ന് ആൺകുട്ടി ഇവിടെ വിശേഷിപ്പിക്കുന്നത്.
ബട്ട് വിൽ യു ഓൾവേസ് ഡു തിങ്സ് വെൽ ആസ് ദ ലിറ്റിൽ സിസ്റ്റർ. പക്ഷേ എന്താ ചോദിക്കുന്നത്, നീ എപ്പോഴും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുമോ എന്നാണ് ആര് ചോദിക്കുന്നത്, പെൺകുട്ടി ചോദിക്കുന്നത്, സഹോദരി ചോദിക്കുന്നത്. ഐ ഗെറ്റ് സോ ടയേർഡ് ഹി സെഡ് ആൻഡ് ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്. എന്താണ്, ഞാൻ വേഗം ടയേർഡാകും, ഞാൻ ഗെറ്റ് സോ ടയേർഡ് അല്ലേ, ഞാൻ ടയേർഡാകും. പിന്നെ എന്താ പറയുന്നത്, ആൻഡ് ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്. എന്താണ്, എനിക്ക് ലീവ് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. ലീവ് എടുക്കുക എന്ന് പറയുമ്പോൾ ഈ പടം വരക്കുക എന്ന കർമ്മത്തിൽ നിന്ന് കുറച്ച് നേരം വിട്ട് മാറി നിൽക്കാൻ, ലോങ് ടു ലീവ് ഓഫ് സോ മച്ച്, അങ്ങനെ മാറി നിൽക്കാൻ എനിക്ക് തോന്നാറുണ്ട്. വാട്ട് ഡു യു ഡു വെൻ യു വോണ്ട് ടു ഡു യുവർ ബെസ്റ്റ്, യുവർ വെരി വെരി ബെസ്റ്റ് ഹി ആസ്ക്ഡ് സഡൻലി. നിനക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും നിൻ്റെ ഏറ്റവും ബെസ്റ്റ്, വെരി വെരി ബെസ്റ്റ് എന്ന് പറയുന്നത്, അപ്പം അത്രയും ബെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് പെട്ടെന്ന് ആൺകുട്ടി ചോദിക്കുകയാണ്. ഐ തിങ്ക് ഇഫ് ഐ വോണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ദെൻ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. എന്താണ് പറയുന്നത്, നല്ലൊരു മറുപടിയാണ് അല്ലേ. എനിക്ക് എന്തെങ്കിലും കാര്യം അതും ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനത് എനിക്ക് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യും. ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകത, അതിൽ സ്നേഹവും കൂടിയുണ്ട്. അപ്പോൾ നമ്മളത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യും, നമ്മളത് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും എന്നാണ് പെൺകുട്ടി പറയുന്നത്. ഷീ ആൻസേർഡ്, ഇറ്റ് മേക്സ് യു വെരി സ്ട്രോങ് ഇഫ് യു തിങ്ക് ഓഫ് ദം. യു ക്യാൻ ബിയർ പെയിൻ ആൻഡ് വർക്ക് ഫോർ ആൻഡ് ഡു ഓൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ. എന്താണ് പറയുന്നത്, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് പറയുന്നത്, യു വിൽ ബിക്കം വെരി സ്ട്രോങ്. പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു പാഠം പഠിക്കാനിരിക്കുവാണ്, അപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കണം, എൻ്റെ അച്ഛനമ്മനെ എനിക്ക് സന്തോഷിപ്പിക്കണം, അവർക്ക് ഒരു ചീത്തപ്പേര് ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പഠിക്കാനിരിക്കുമ്പോഴുള്ള ഉറക്കമൊക്കെ പോകും. ഇറ്റ് വിൽ മേക്ക് യു സ്ട്രോങ്. അപ്പോൾ ഫേം ഡിസിഷൻ എടുക്കാൻ പറ്റും. പിന്നെന്താണ്, യു ക്യാൻ ബെയർ പെയിൻ, നമുക്ക് വേദന സഹിക്കാൻ പറ്റും. പിന്നെയോ വാക്ക് ഫോർ, വേദന സഹിക്കാൻ. വാക്ക് ഫോർ എന്ന് വെച്ചാൽ കുറേ ദൂരം നടക്കാൻ പറ്റും എന്നാണ് ഇവിടെ അർത്ഥമെങ്കിലും ഉദ്ദേശിക്കുന്നത് ഒരുപാട് ദൂരം പോകാൻ പറ്റും എന്നാണ്. എന്നുവെച്ചാൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്നതല്ല, നമുക്ക് മുമ്പിലുള്ള ഒബ്സ്റ്റിക്കിൾസ് ഒക്കെ നീക്കം ചെയ്ത് പോകാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡു ഓൾ കൈൻഡ് ഓഫ് തിങ്സ്, എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എന്ത് കാര്യം. ആൻഡ് യു ഡു നോട്ട് ഗെറ്റ് ടയേർഡ് സോ സൂൺ. പിന്നെയോ നമുക്ക് പെട്ടെന്ന് ടയേർഡ്നെസ് ഒന്നും തോന്നില്ല, തളർച്ചയൊന്നും നമുക്ക് തോന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടി, നമ്മളുടെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ ഒരിക്കലും ടയേർഡ് ആവില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം എങ്ങനെയാണ് വാട്ട് യു ക്യാൻ ഡു ടു ഡു യുവർ വെരി ബെസ്റ്റ്. നിങ്ങൾ ചെയ്യുന്നോണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്ട് റിലേറ്റഡ് ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പം എപ്പോഴും മനസ്സിലോർക്കുക, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് അനിയത്തിക്കുട്ടി പറയണത്. ഹി തോട്ട് ഫോർ എ മൂമെൻറ്റ്, ഒരു നിമിഷം ആലോചിച്ചു. ദെൻ ഐ ഷാൽ പെയിൻറ്റ് മൈ ഫീച്ചർ ഫോർ യു ഹി സെഡ്, ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ എം ഡൂയിങ് ഇറ്റ്. അപ്പം ചേട്ടൻ എന്താണ് പറയണേന്ന് നോക്കിയേ, ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാന്ന് നോക്കിയേ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പടം ഞാൻ നിനക്ക് വേണ്ടി പെയിൻറ്റ് ചെയ്യാം. ഐ ഷാൽ തിങ്ക് ഓഫ് യു ഓൾ ദ ടൈം ഐ എം ഡൂയിങ് ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ പടം വരയ്ക്കുമ്പോൾ ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പടം വരയ്ക്കാമെന്നാണ് ചേട്ടൻ പറയുന്നത്. Once more, they looked at the hills that seemed to rise up out of the deep shadow into the light, and then together they went home. അപ്പോൾ അന്ന് അവിടെ പടമൊന്നും വരക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ പടം കണ്ടു, അവർക്ക് ഇതാണ് പടം വരക്കാനുള്ളത് മനസ്സിലായി. ആ പടം വരക്കാൻ ബെസ്റ്റ് തരാനുള്ള അനിയത്ര മോട്ടിവേഷൻ കിട്ടി, എല്ലാം കിട്ടി. എന്നിട്ട് അപ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ പടം വരക്കുന്നത്, നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും ഞാൻ ഈ പടം വരക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ആ മലമുകളിൽ വരുന്ന ആ സൂര്യപ്രഭയൊക്കെ കണ്ട് ഒന്നും കൂടി നോക്കി അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അവരുടെ വീട്ടിലോട്ട് പോയി. സൂൺ ആഫ്റ്റർവേർഡ്സ് എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി. വളരെ പെട്ടെന്ന് ഒരു വലിയൊരു ദുരന്തം ആ വീട്ടിൽ കാത്തിരിപ്പുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദുരന്തം നോക്കാം. വൺ നൈറ്റ് വെൻ ദ ഫാമിലി വാസ് സ്ലീപ്പിംഗ് ദ ലിറ്റിൽ സിസ്റ്റർ ഡൈഡ് ഇൻ ദെയർ സ്ലീപ്പ്. എന്താണ് സംഭവിച്ചത്? ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആ വീട്ടിൽ ഒരു ദിവസം എല്ലാവരും ഉറങ്ങാൻ കിടന്നായിരുന്നു. ഉറക്കത്തിൽ ആ കുഞ്ഞനിയത്തി മരണപ്പെട്ടു അല്ലേ. അപ്പോൾ അതൊരു ട്രാജഡിയാണ്, പ്രത്യേകിച്ച് ആ ബോയ്ക്ക്. ആ ബോയ് ഏറ്റവും സ്നേഹിക്കുന്ന അതാരെയായിരുന്നു? ആ കുഞ്ഞു സഹോദരിയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു സഹോദരി ഇവിടെ മരണപ്പെടുകയാണ്. അപ്പോൾ അത് ആ ബോയ്ക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നോക്കാം. The mother explained to the brother, "Son, your little sister wandered into another world and journeyed on so far that she lost the clue to the earth and could not be back anymore." എന്താണ് അമ്മ പറയുന്നതെന്ന് നോക്കിയേ. അമ്മ ആ മോനോട് പറയാണ്, അതായത് ബ്രദറിനോട് പറയുവാണ്,
മോനെ, നിന്റെ കുഞ്ഞനിയത്തി വേറൊരു ലോകത്തിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആ ലോകത്തിലോട്ട് ഒരുപാട് യാത്ര ചെയ്തത് കൊണ്ട് തന്നെ ഭൂമിയിലോട്ടുള്ള വഴിയുള്ള മറന്നുപോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അനിയത്തിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നാണ് അമ്മ പറയുന്നത്. സോ വൺ ഓഫ് ദ വണ്ടർഫുൾ വേർഡ്സ് അല്ലേ. ശരിക്കും ഒരു മരണത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അല്ലാതെ നിന്റെ അനിയത്തി മരിച്ചുപോയി വിഷമിക്കേണ്ട എന്നല്ല പറയുന്നത്. മറ്റൊരു ലോകത്തേക്ക് യാത്രയായെന്നും ആ ലോകത്ത് നിന്ന് ഒരുപാട് ദൂരെ പോയത് കൊണ്ട് തിരിച്ചൊരിക്കലും ഭൂമിയിലോട്ടുള്ള വഴി അറിയാൻ പറ്റില്ലെന്നും ഇനി ഒരിക്കലും തിരിച്ച് വരാൻ പറ്റില്ല എന്നുമാണ് ആ അമ്മ ആ കുഞ്ഞിനോട് ആ ചേട്ടനോട് പറയുന്നത്. The boy, who was grieving for his little sister, painted many pictures before he could gather the courage to see the same field that he saw with his sister once again. But after many years, as he sat and worked, a strange power came to him. അപ്പോൾ എന്താണ്, ആ ആൺകുട്ടിക്ക് അനിയത്തി മരിച്ചതിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഹു വാസ് ഗ്രീവിങ് ഫോർ ഹിസ് ലിറ്റിൽ സിസ്റ്റർ അല്ലേ. ഭയങ്കര സങ്കടമായി, വിഷമമായി. നമുക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ഇവിടെ മരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ബോയുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ അമ്മയെ അച്ഛനെയൊക്കെ ഇഷ്ടമല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നത് അനിയത്തിയുടെ പേരാണ് അല്ലേ. അനിയത്തിനെ കുറിച്ച് ഓർത്ത് വരയ്ക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ അനിയത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെടുന്നുണ്ട് ആള്. കുറേ പിക്ചേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്നും നിർത്തുന്നില്ല. പക്ഷേ ഒരു ധൈര്യം സംഭരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തിനാ, ആ പഴയ പാടം, അന്ന് അനിത്യമായിട്ട് പോയ ആ പാടം കാണണ്ടേ. അവിടെ പോയാലല്ലേ ആ പടം വരക്കാൻ പറ്റുള്ളൂ. പല ചിത്രകാരന്മാരും സെയിം ആ ലൈവായിട്ട് കണ്ട് വരക്കാറുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലുള്ള പടമല്ല വരക്കുന്നത്, ആ പാടം കണ്ട് അതുപോലെ തന്നെ പകർത്താനാണ് ആ കുട്ടി ശ്രമിക്കുന്നത്. അപ്പം അന്ന് ഈ പാടത്തിനെ കുറിച്ചും ഈ പടം വരക്കണ കാര്യമൊക്കെ തീരുമാനിച്ചപ്പോൾ കൂടെ ആരുണ്ടായിരുന്നു, അനിയത്തി ഉണ്ടായിരുന്നു. ഇന്ന് അനിയത്തി ഉണ്ടോ, ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ട് കുട്ടിക്ക്. അപ്പോൾ അതിനുവേണ്ടി ധൈര്യം സംഭരിക്കുകയും പിന്നെ പോകണ്ടേ. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ്, കുറേ വർഷം, ഓക്കെ, ചെറിയ നാളൊന്നുമല്ല, കുറേ വർഷം, ആസ് ഈ സാറ്റ് ആൻഡ് വർക്ക് ഐ സ്ട്രേഞ്ച് പവർ കെയിം ടു ഹിം. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഒരു വിചിത്രമായ ഒരു ശക്തി കുട്ടിക്ക് വരുന്നതായിട്ട് കുട്ടിക്ക് അനുഭവപ്പെടുകയാണ്. അപ്പം നമുക്ക് എന്താണ് ആ പവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നമുക്ക് മോട്ടിവേഷൻ തരുന്നത്, ഈ ബോയ്ക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതും ഇൻസ്പിറേഷൻ കൊടുക്കുന്നതും ആരാണ്, കുഞ്ഞനിയത്തിയാണ്. അപ്പോൾ ആ കുഞ്ഞനിയത്തിയുടെ മരണമാണ് നമ്മൾ കണ്ടത്. ഇനി അപ്പോൾ ഈ പടം വരച്ച് കംപ്ലീറ്റ് ആക്കുമോ, അപ്പോൾ എന്തൊക്കെയാണ് ഇനി ആ ബോയ് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. This strong feeling was like an answer to the longing in his heart since his little sister died. അപ്പോൾ ആ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു കറേജ് കിട്ടിയ ആ ഒരു പവർ വന്നില്ലേ, ഉള്ളിൽ നിന്നൊരു പവർ, ഒരു സ്ട്രേഞ്ച് പവർ വന്നില്ലേ, ആ ഫീലിംഗ് കുറച്ച് നാളുകളായിട്ടുണ്ട്. അനിയത്തിക്കുട്ടി മരിച്ചതിൽ പിന്നെ തോന്നിയ ഒരു തോന്നലാണത്. മനസ്സിലൊരു ഒരു വിചിത്രമായ ഒരു പവർ, ഒരു ശക്തി തനിക്കുള്ളതായിട്ട്. This emotion seemed to answer a desire in his heart to put into the world something which should make the meanest, humblest citizen a little happier or better. എന്താണ്, അപ്പോൾ ആ ഒരു ഇമോഷൻ ഒരു ആഗ്രഹം മനസ്സിൽ ഉദിപ്പിക്കുകയാണ്. എന്താണ് ആ ആഗ്രഹം വരുന്നത്, ഭൂമിക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന് എന്തെങ്കിലും കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ അത് കാണുന്നത് ആൾക്കാർ ആരായാലും, അതായത് മീനസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര നീചനായ ഒരു മനുഷ്യൻ, അങ്ങനെയാണ്. ആ നീചനായ മനുഷ്യനെയും ഹംബ്ലസ്റ്റ് സിറ്റിസൺ, ഹംബ്ലസ്റ്റ് എന്ന് പറയുമ്പോൾ വിനയമുള്ള മനുഷ്യനെയും എന്താക്കണം, ഒരു വിനയമുള്ള മനുഷ്യനെ എന്താക്കണം, കുറച്ച് സന്തോഷവാനാക്കണം, അല്ലെങ്കിൽ ആ മീനസ്റ്റ് മനുഷ്യനെ ഒന്ന് ബെറ്റർ ആക്കണം. ആ ഒരു എന്തെങ്കിലും ലോകത്തിന് കൊടുക്കാൻ പറ്റണം. എങ്ങനെയാണ് ലോകത്തിന് ഒരു പടം വരക്കണ ആൾ കൊടുക്കുക, ആ പടം കാണുമ്പോൾ ഇപ്പം നമുക്കറിയാം കുറേ പടങ്ങൾ പല കാര്യങ്ങളാണ് സിംബോളൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലൊരു മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും. അപ്പം നമ്മൾ വഴിയിൽ വെച്ച് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മൾക്ക് അവർക്ക് ഫുഡ് വാങ്ങിച്ച് കൊടുക്കാതെ ഒന്നും പോകാൻ പറ്റില്ല. ആ ഒരു മനുഷ്യത്വം നമുക്ക് തോന്നും. നമ്മൾക്ക് കഴിക്കാതിരിക്കുമ്പോൾ അറിയാം നമുക്ക് വിശപ്പുണ്ടെന്ന്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. എന്താണെന്നറിയോ, സിമ്പതി അല്ല, നമുക്ക് വേണ്ടത് എമ്പതിയാണ്. സിമ്പതി എമ്പതി രണ്ടാ. സിമ്പതി എന്ന് പറയുമ്പോൾ അവൾക്ക് സങ്കടമാണ് എന്ന് എനിക്കറിയാം, അതാണ് സിമ്പതി. എമ്പതി അവൾക്ക് സങ്കടമാണ്, ആ അവസ്ഥയിൽ ഞാനുമായാലുള്ള എൻ്റെ അവസ്ഥ വരുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിനോട് തോന്നുന്നത് നമ്മൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതേ ഫീലിംഗ് ആണ്.
മനസ്സിലായോ? അപ്പം നമ്മളെപ്പോഴും എമ്പതി ഉള്ളവരായിട്ട് മാറണം. ഇന്നത്തെ ലോകത്തിന് വേണ്ടതും അത് തന്നെയാണ്. അപ്പം ഇവിടെ ഈ കുട്ടി ആഗ്രഹിക്കുന്നത് എന്താണ്? ഈ ലോകത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന്. അതായത് ഒരു മീനസ്റ്റ് സിറ്റിസന് ഒരു ബെറ്റർ സിറ്റിസൺ ആക്കണം, ഒരു ഹംബ്ലർ സിറ്റിസന് ഇത്തിരി കൂടി സന്തോഷം കൊടുക്കാൻ പറ്റണം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഈ കുട്ടി. ഇപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടി ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടാവും അല്ലേ? വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ പടം വര തുടങ്ങുന്നത് അല്ലേ? അനിയത്തിയുടെ മരണശേഷം പടം ഒരുപാട് വരച്ചെങ്കിലും ആ ഫീൽഡിലോട്ട് പോയിട്ടില്ല, കാണാനുള്ള ധൈര്യം വന്നിട്ടില്ലായിരുന്നു. At last, when he knew that his eyes were true and his touch sure, he took up the picture he had promised to paint for the dear sister and worked at it until he was finished. അപ്പോൾ എന്താണ് അവസാനം എന്തായി? കണ്ണ് സത്യമാണ് കാണുന്നതെന്ന്, പിന്നെ എന്താണ് സ്പർശനം ഉറപ്പുള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു പ്രാസമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. കണ്ണുകൾ സത്യം മാത്രമാണോ കാണുന്നത്? അല്ലല്ലോ. അപ്പോൾ മീൻസ് ആ കാണുന്നത് അനിയത്തിക്കുട്ടിയായിട്ട് പോയി കണ്ട ആ ഒരു പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരം എന്ന് പറയുന്നത് ഭയങ്കര, അത് നമ്മൾ ഫീൽ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു പടം കാണുന്നതിന് ഇപ്പം എന്താണെന്നല്ല, അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ആ ഒരു ഇമ്പാക്റ്റില്ലേ, അത് വളരെ വലുതാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണുണ്ടോ? ബസ് പറയണേ, ഇതിൻ്റെ ആ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പം നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു ഫീലിംഗ്. അതുവരെ നമുക്ക് മറ്റുള്ളവരുടെ ദുഃഖം മാത്രം കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് അത്രയും ഫീലിംഗ് മനസ്സിലാവില്ല. ഇപ്പോൾ പ്രളയമൊക്കെ അനുഭവിക്കുന്ന സിനിമയിൽ കാണുമ്പോൾ നമുക്ക് എന്ത് കഷ്ടപ്പാടാണല്ലോ അവർ അനുഭവിച്ചെന്ന് പറയും. പക്ഷെ അതേ ഫീലിംഗ്, അതേ പ്രളയം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അതാണ് നമ്മൾ പലപ്പോഴും അനുഭവമാണ് നമ്മളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. മിസ് പഠിപ്പിച്ച് തന്നെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതിന് നിങ്ങൾ എക്സ്പീരിയൻസസ് ആണ് അല്ലേ? അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്കൊരു ഫീലിംഗ് വന്നെന്നുണ്ടെങ്കിൽ അത്രത്തോളം നല്ല മനുഷ്യരായിരിക്കണം നമ്മൾ. ഇവിടെ ഈ കുട്ടി ഇനി പടം വരക്കാൻ പോവാണ്. എന്നിട്ട് അപ്പോൾ അനിയത്തിക്ക് പ്രോമിസ് ചെയ്ത പടം വരക്കാൻ പോവാണ്. വർക്ക് ഹാർഡ്, എന്താണ് കുറേ തീരുന്നവരെ, അൺടിൽ ഇറ്റ് ഇസ് ഫിനിഷ്, ഹി വാസ് ഫിനിഷ്ഡ് ഇറ്റ് അല്ലേ, അതുവരെ പെയിൻറ് ചെയ്യുകയാണ്. This is better than all he has done before, the audience said. എന്താണ് പറയുന്നത്? അവൻ ഇന്ന് വരെ വരച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണെന്നാണ് കണ്ട ആൾക്കാർ പറഞ്ഞത്. ഓഡിയൻസ് അല്ലേ, പ്രേക്ഷകർ നോക്കി കാണുന്നത്. ഇപ്പോൾ കാണാൻ നമുക്ക് കുറേ ഓഡിയൻസ് ഉണ്ട് പടം കാണുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇമേജ് തന്നെയാണ്. അപ്പോൾ ആ പടം അവൻ ഇന്നേ വരെ വരച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പടമാണ് ഇതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഷ്യൂർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. എന്താണ് അനിയത്തി പറഞ്ഞില്ലേ, ഒരു പടം കാണുമ്പോൾ അതിൽ നോക്കുമ്പോൾ മറ്റൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റണം. അപ്പോൾ ആ കുട്ടി വരച്ച ആ പടത്തിൽ നോക്കുമ്പോൾ മറ്റൊരാൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഷ്യൂർലി ബ്യൂട്ടിഫുൾ, അതിമനോഹരമായൊരു പടമാണ്. ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. എന്താണ്, അത് നോക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് യെറ്റ് my heart ached as I did it, the artist said as he went back to the field. എന്താണ് പറയുന്നത്? ആൾക്കാർ അതൊക്കെയാണ് പറഞ്ഞത്. അഭിപ്രായം നല്ല പടമാണ്, ഇന്ന് വരെ വരച്ചതിൽ ഏറ്റവും നല്ല പടമാണ്, അത് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു എന്നൊക്കെയാണ് ആര് പറഞ്ഞത്? കണ്ടു നിന്ന ആൾക്കാർ പറഞ്ഞത്, പ്രേക്ഷകർ പറഞ്ഞത്. പക്ഷെ ഇവിടെ ആർട്ടിസ്റ്റ് എന്താണ് പറയുന്നത്? ചിത്രകാരൻ എന്താ പറയുന്നത്? പക്ഷേ അത് ഞാൻ വരച്ചപ്പോൾ എൻ്റെ ഹൃദയം ഒരുപാട് വേദനിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് വേദനയുടെ കാരണം നമുക്കറിയാലോ അല്ലേ? അതും പറഞ്ഞ് ഫീൽഡിലോട്ട് പോവുകയാണ്. ഫീൽഡ് എന്ന് പറയുമ്പോൾ ആ പാടം. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്. ഞാൻ അവളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ പടം വരച്ചത്. ഇറ്റ് വാസ് ദ സോറോ ദാറ്റ് ഗേവ് മീ പവർ. എന്താണ് പറയുന്നത്? ആ വേദന, ആ വിഷമം, അതാണ് എനിക്ക് ശക്തി തന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് സീംഡ് ആസ് ഇഫ് എ സോഫ്റ്റ് വോയിസ് ഇസ് ലോങ് ഡെഡ് സിസ്റ്റർ ദാറ്റ് സ്പോക്ക് ഓൺലി ടു ഹിസ് ഹാർട്ട് ആൻസേർഡ് ബാക്ക്. എന്താണ് അത്രയും നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ അവന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മരിച്ചുപോയ സഹോദരിയുടെ ശബ്ദം കേൾക്കുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ അത്രയും നാൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നിയ ശബ്ദം തിരിച്ച് മറുപടി പറയുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് മറുപടി? നോട്ട് സോറോ ബട്ട് ലവ്. വിഷമമല്ല, സ്നേഹമാണ് ശക്തി തന്നതെന്നാണ് പറയുന്നത്. ആൻഡ് പെർഫെക്റ്റ് ലവ് ഹാസ് ഓൾ ദ ഗുഡ് ക്വാളിറ്റീസ് ഇൻ ഇറ്റ്സ് ഗിഫ്റ്റ് ആൻഡ് ഫ്രം ഇറ്റ് കംസ് ഓൾ അതർ തിങ്സ്, ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്. എന്താണ് പറയുന്നത്? സ്നേഹമാണ്, അതുകൊണ്ടാണ് നിനക്ക് ശക്തി കിട്ടിയത്. മനസ്സിലായോ? സ്നേഹം കൊണ്ടാണ് ശക്തി കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് ലവ്, ഒരു ആത്മാർത്ഥ പ്രണയം അല്ലെങ്കിൽ ആത്മാർത്ഥ സ്നേഹം എന്ത് തരും? അതിലെല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ആ സ്നേഹത്തിന് ആ സ്നേഹം എന്ന് പറഞ്ഞ സ്നേഹ സമ്മാനത്തിന് എല്ലാ ഗുണങ്ങളും ഉണ്ടെന്നാണ് വർണ്ണിക്കുന്നത്. ആൻഡ് ഫ്രം ഇറ്റ് ഓൾ ദ കംസ് ഓൾ ദ അതർ തിങ്സ്.
അതിൽ നിന്നാണ് ബാക്കി എല്ലാം വരുന്നത്. ഓൾ തിങ്സ് എക്സെപ്റ്റ് ഫോർ ഹാപ്പിനെസ്, എല്ലാ സാധനങ്ങളും വരും സന്തോഷവും അല്ലാതെ, അല്ലേ? ഹൗ ഡസ് വൺ ഫൈൻഡ്സ് ഹാപ്പിനെസ്? അപ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി ഇപ്പോൾ അനിയത്തി എന്താണ് മരിച്ചതാണല്ലോ. അപ്പോൾ സന്തോഷം. അപ്പോൾ ഹൗ ഡസ് വൺ ഫൈൻഡ് ഹാപ്പിനെസ് എന്താണ്, എങ്ങനെയാണ് ഒരാൾ സന്തോഷം കണ്ടെത്തേണ്ടത് എന്നാണ് ഇൻട്രപ്റ്റഡ് ബൈ ദ ബോയ്. ഇൻട്രപ്റ്റ് എന്ന് പറയുമ്പോൾ തടസ്സപ്പെടുത്തി. ആ അനിയത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, അനിയത്തി തോന്നലാണ് കേട്ടോ, കാരണം അനിയത്തി ഓൾറെഡി മരിച്ചതാണല്ലോ. അപ്പോൾ ഇൻട്രപ്റ്റഡ് ദ ബോയ്. അപ്പോൾ ബോയ് അവിടെ ഇൻട്രപ്റ്റ് ചെയ്ത് തടസ്സപ്പെടുത്തിയിട്ട് ചോദിക്കുവാണ്, എങ്ങനെയാണ് ഒരാൾ സന്തോഷം കണ്ടെത്തേണ്ടത്? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും സന്തോഷമില്ല എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ദേ സീക്രട്ട് ഇപ്പോൾ കേട്ടോ. Finding happiness is a strange case. The answer seemed to be, if you want to find it for one's own self, then one must seek it for others. എന്താണ് പറയുന്നത്? സന്തോഷം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു വിചിത്രമായ സംഭവമാണെന്ന്. ആണോ? സന്തോഷം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിചിത്രമായ സംഭവമാണെന്ന് പറയുന്നത്. The answer seemed to be, അങ്ങനെയാണ് ആൻസർ പറയുന്നത്. If you want to find it for one's own self, then one must seek it for others. സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷം മറ്റൊരാൾക്കും കൂടി ആഗ്രഹിക്കണം. ദെൻ വൺ മസ്റ്റ് സീക്ക് ഇറ്റ് ഫോർ അതേഴ്സ്. എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സന്തോഷവാന്മാരായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർ സന്തോഷവാന്മാരായിരിക്കണമെന്ന് ആഗ്രഹിക്കണമെന്ന്. അതായത് നമ്മുടെ മാത്രം സന്തോഷത്തിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കുന്നത്. മനസ്സിലായോ? നമ്മുടെ സന്തോഷം ഇരിക്കുന്നത് പലരും സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുമോ? നമ്മൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരും സന്തോഷിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. നമ്മൾ ഒറ്റയ്ക്ക് സന്തോഷിച്ചിരിക്കുന്നവരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? ഭയങ്കര സെൽഫിഷ് പീപ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, അല്ലേ? അങ്ങനെ വിളിക്കാമല്ലോ, അല്ലേ? ബട്ട് ഹാപ്പിനെസ് ഇസ് സോ ഡിഫിക്കൽട്ട് ടു സീസ് ഓർ ടു ഫൈൻഡ്. അതുകൊണ്ട് തന്നെ സന്തോഷം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന്. നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റാത്തൊരു സാധനമാണ്. പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു ലീവ് വിത്തൗട്ട് ഹാപ്പിനെസ്. പക്ഷേ സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷമില്ലാണ്ടും ജീവിക്കാൻ ഒരാളെ സഹായിക്കുമെന്നാണ് ആര് പറയുന്നത്? ആ പെൺകുട്ടി പറയുന്നത്. ഹിസ് ഓൺ ഹാർട്ട് ആൻസർ ടു ഹിംസെൽഫ്. അപ്പോൾ സ്വന്തം ഹൃദയം ഉണ്ടോ സംസാരിക്കുന്നത്? അവിടെ ആ അനിയത്തിക്കുട്ടി സംസാരിക്കുന്നതായിട്ട് ആ ചേട്ടന് തോന്നുന്നത് മാത്രമാണ്. ആൻഡ് എബവ് ഓൾ തിങ്സ് ഇറ്റ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. അത് ഇതിനെല്ലാത്തിനും ഉപരി എന്താണ്? ഒരാളെ ജോലി ചെയ്യാനും അതുപോലെ തന്നെ കാത്തിരിക്കാനും സഹായിക്കുന്നു. ഇവിടെ കുറേ കാര്യങ്ങൾ ഞാൻ പറയുവാണെങ്കിൽ ശരിക്കും ഞാൻ മിസ് പ്രണയത്തിനെ കുറിച്ചും സ്നേഹത്തിനെ കുറിച്ചും ഒക്കെ പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായല്ലോ. സന്തോഷം ഇല്ലെങ്കിൽ പോലും നമ്മുടെ കൂടെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ സന്തോഷിച്ചല്ല, ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടം വന്നിരിക്കണ ഒരു സമയമാണെന്ന് വിചാരിക്കാം. പക്ഷെ അപ്പോഴും നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പരിധിയല്ല നമുക്ക് ആ സങ്കടത്തെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുവാണ്, ആരുമില്ല, അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും? ഇല്ല. നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ആരും ഇല്ലെങ്കിലും അപ്പോഴും നമ്മുടെ സങ്കടം മാറ്റാൻ ആരുമില്ല. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ സങ്കടപ്പെടുമ്പോഴും സന്തോഷിക്കപ്പെടുമ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നവർ. പറയുന്നത് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സങ്കടവും സന്തോഷമൊക്കെ നമുക്ക് ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഇരുന്നാലും സങ്കടത്തോടെ ഇരുന്നാലും നമ്മുടെ കൂടെ ആളുണ്ട്. അപ്പം നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. എന്താണെങ്കിലും ജീവിതമാണ്, അല്ലേ? ഉറപ്പല്ലേ? ആ ജീവിതത്തിൽ സന്തോഷം മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സങ്കടം മാത്രമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് എന്താ വേണ്ടത്? സ്നേഹമാണ് വേണ്ടതെന്നാണ് പാഠം പറയുന്നത്. മനസ്സിലായല്ലോ? ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? അതാണ് സംഭവം. ബട്ട് ഇഫ് ഇറ്റ് ഗീവ്സ് വൺ ഹാപ്പിനെസ് ടു, ഹി ആസ്ക്ഡ് ഈഗർലി. പക്ഷേ അതേസമയം ആ സ്നേഹം ഒരുപാട് സന്തോഷം തരികയാണെങ്കിലോ എന്ന് ചോദിക്കുകയാണ്, ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. ആൻഡ് ദെൻ ഇറ്റ് ഇസ് കോൾഡ് ഹെവൻ. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? സ്വർഗം എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? സന്തോഷവും ഉണ്ട്, അതേസമയം സ്നേഹവും ഉണ്ട്, അതേസമയം സന്തോഷവും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വർഗം. അപ്പോൾ സ്വർഗം എവിടെയാണ്? ഭൂമിയിൽ തന്നെയാണല്ലേ? ആണോ? ഞാൻ ക്രിസ്ത്യൻ ബിലീഫിനെ ഒന്നും ചോദ്യം ചെയ്യുകയല്ല, മിസ് ക്രിസ്ത്യൻ തന്നെയാണ്. സോ പക്ഷെ നമ്മൾ പറയുന്നത്, നമ്മൾ വിശ്വസിക്കുന്നത് സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം സന്തോഷവും കിട്ടുന്നുണ്ട്, സ്നേഹവും കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മുടെ ഓഥർ എന്ത് വിളിക്കുന്നത്? ലൂസി ക്ലിഫോർഡ് വിളിക്കുന്നത് സ്വർഗമെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ കഥ അവസാനിച്ചു. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്താണ് പറയുന്നത്? ഒരു മോട്ടിവേഷനാണ് തരുന്നത്, ഇല്ലേ? ജീവിച്ചിരുന്നപ്പോൾ കൊടുത്ത മോട്ടിവേഷൻ മരിച്ചു കഴിഞ്ഞിട്ടും ഒരു ഇന്നർ പവറായിട്ട് കൂടെ കൂട്ടുകയാണ് ആ ചേട്ടൻ, അല്ലേ?
ആ സഹോദരി ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ആ സഹോദരിക്ക് കൊടുത്ത പ്രോമിസ് പാലിക്കപ്പെടുകയാണ്. ഇന്ന് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ കണ്ട് ചിരിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. നമ്മൾ ഭയങ്കര സെൽഫിഷ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സെൽഫ് സെൻറ്റേർഡ് ആവുകയാണ്. നമ്മുടെ ലോകമൊക്കെ ഭയങ്കര ചെറുതാണ്. മറ്റൊരാളുടെ നന്മയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. നമ്മൾ അങ്ങനെ ആവരുത് എന്നാണ് ഈ പാഠം പറയുന്നത്. അപ്പോൾ സന്തോഷിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ എന്തുണ്ടെങ്കിലും നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ. അപ്പോൾ സ്നേഹിക്കുന്നവരെ നേടാനും സ്നേഹം നിലനിർത്താനും ഒക്കെ നിങ്ങൾക്കും പറ്റട്ടെ. നല്ലൊരു പാഠമാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ഹൗ അക്കോർഡിംഗ് ടു ദ ഗേൾ ക്യാൻ ദ ബോയ് മേക്ക് പീപ്പിൾ ഹാപ്പി വൈ ലുക്കിംഗ് അറ്റ് ഹിസ് പിക്ചർ? പെൺകുട്ടിയുടെ അഭിപ്രായത്തിൽ ആ ചിത്രം നോക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകുവാനായി ആൺകുട്ടിക്ക് എങ്ങനെ കഴിയും എന്നാണ് ചോദ്യം. When people look at the picture of the fields painted by the boy, they will feel as if they are in the field and this will make them happy. അപ്പോൾ ആ പടത്തിൽ നോക്കി കഴിയുമ്പോൾ അവർ ആ പാടത്തുള്ളതായിട്ട് അവർക്ക് തോന്നും. അങ്ങനെ ആവുമ്പോൾ അവർക്കതിൽ സന്തോഷിക്കാൻ കഴിയുമെന്നാണ് പെൺകുട്ടി പറയുന്നത്. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സിൻ ബൈ ദ ബോയ്? ആൺകുട്ടി പാപം എന്ന് വിവരിക്കുന്നത് എന്തിനെയാണ്? ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റിപ്രസെന്റ് ദ വേൾഡ് ബാഡ്ലി ഓർ ഇംപെർഫെക്റ്റ്ലി. അപൂർണമായിട്ടോ അതോ മോശമായിട്ടോ ലോകത്തെ ചിത്രീകരിക്കുന്നതാണ് ആൺകുട്ടിയെ സംബന്ധിച്ച് പാപം അല്ലേ, അങ്ങനെയാണ് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ ഗേൾ ഷുഡ് വി ഡു വെൻ വി വോണ്ട് ടു ഗീവ് അവർ ബെസ്റ്റ്? പെൺകുട്ടിയുടെ അഭിപ്രായത്തിൽ നമ്മളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ കാര്യം ഉണ്ടാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ദ ഗേൾ, ഇഫ് യു വോണ്ട് ടു ഗീവ് അവർ ബെസ്റ്റ് വി ഷുഡ് ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ വി ലവ്. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ബെസ്റ്റ് ചെയ്യും എന്നാണ് പെൺകുട്ടി പറയുന്നത്. നാലാമത്തത്, എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദ ഫാമിലി. വാട്ട് വാസ് ദ ട്രാജഡി? ഒരു വലിയ വിപത്ത് കുടുംബത്തിൽ വന്നുപെട്ടു. എന്തായിരുന്നു ആ വിപത്ത്? ദ ഡെത്ത് ഓഫ് ദ ലിറ്റിൽ ഗേൾ. ആ പെൺകുട്ടിയുടെ മരണമായിരുന്നു ആ ട്രാജഡി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിസയർ ഇൻ ദ ബോയ്സ് ഹാർട്ട്? ആൺകുട്ടിയുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നു? To put into the world something which should make the meanest, humblest citizen a little happier or better. എന്താണ്? ഈ ലോകത്തിന് നല്ലത് എന്തെങ്കിലും കൊടുക്കണമെന്നും അതുപോലെ തന്നെ ഹംബ്ലസ്റ്റ് സിറ്റിസന് എന്തെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും മീനസ്റ്റ് സിറ്റിസന് കുറച്ചും കൂടി ബെറ്റർ ലൈഫും ഒക്കെ കൊടുക്കാൻ പറ്റണം എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. സിക്സ്ത് ക്വസ്റ്റ്യൻ, why did the boy say that his heart ached as he did the picture? ചിത്രം വരച്ചപ്പോൾ അവന്റെ ഹൃദയം വേദനിച്ചു എന്ന് ആൺകുട്ടി പറഞ്ഞത് എന്തുകൊണ്ട്? ദ മെമ്മറീസ് ഓഫ് എ സിസ്റ്റർ മെയ്ഡ് ഹിസ് ഹാർട്ട് ഏക്ക്. ആ അനിയത്തിയുടെ ഓർമ്മകളാണ് ആ കുട്ടിക്ക് ഹൃദയവേദന ഉണ്ടാക്കിയത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, then it is called heaven. What does the statement mean? ഇതിനെയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. പ്രസ്താവനയുടെ അർത്ഥം എന്ത്? Love helps one to live one life. When that love helps to bring happiness to others as well, oneself, it becomes heavenly. എങ്ങനെയാണ്? സ്നേഹമാണ് അല്ലേ, സ്നേഹമാണ് ഒരാളെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ ആ സ്നേഹം നമുക്ക് സന്തോഷവും കൊണ്ടുവന്ന് തരുവാണെങ്കിൽ മറ്റുള്ളവർക്കും നമുക്ക് തന്നെയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്വർഗം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ആണ് എന്ന് പറയാം എന്നാണ് കുട്ടി പറയുന്നത്. ലെറ്റ് us revisit. ആക്ടിവിറ്റി 1 നമ്മൾ പോകുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങളുടെ ഇമേജ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എന്താണ്? ഷോർട്ട് സ്റ്റോറി അനാലിസിസ് എന്നാണ്. ടെംപ്ലേറ്റ് ആണ് തന്നേക്കുന്നത്. ടൈറ്റിലും ഓതറും കൊടുക്കണം. പിന്നെ എന്താണ്? സെറ്റിംഗ് ഉണ്ട്. വേർ ഡസ് എ സ്റ്റോറി ടേക്സ് പ്ലേസ്. അപ്പോൾ ഒരു സ്റ്റോറി, ഒരു സെറ്റിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെറ്റിംഗ് എന്താണ്? എവിടെയാണ് കഥ നടക്കുന്നത്? പിന്നെ ക്യാരക്ടേഴ്സ്, ഹു ആർ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി, അതാണ് പിന്നത്തെ ചോദ്യം. പിന്നെ ക്യാരക്ടറൈസേഷൻ, അതായത് വാട്ട് ആർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ, ഓരോ ക്യാരക്ടറിൻ്റെയും എന്തൊക്കെ പ്രത്യേകതകൾ സവിശേഷതകൾ ഉണ്ട് എന്നാണ് അടുത്തത്. പിന്നെ എന്താണ്? തീം എന്താണ്? വാട്ട് ഇസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ സ്റ്റോറി? തീം എന്ന് പറയുന്നത് ആ സ്റ്റോറിയുടെ ഏറ്റവും മീൻസ് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ആ സ്റ്റോറിക്ക് തന്നെ, ആ ഐഡിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോൺ, ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് റീഡിങ് ദ സ്റ്റോറി. നിങ്ങൾക്ക് ടോൺ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് സ്റ്റോറി വായിച്ചപ്പോൾ തോന്നിയത്, അതാണ് ടോൺ വരിക. ഇമേജറി എന്ന് പറയുന്നത് വാട്ട് പിക്ചേഴ്സ് കുഡ് യു വിഷ്വലൈസ് ആസ് യു റീഡ് ദ സ്റ്റോറി. ഒരു കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വന്ന ആ പടങ്ങൾ എന്തൊക്കെയാണ്, ചിത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്, അതാണ് ഇമേജറി വരിക. പിന്നെ എന്താണ്? പോയിന്റ് ഓഫ് വ്യൂ. ഇൻ ഹൂസ് പോയിന്റ് ഓഫ് വ്യൂ ഇസ് ദ സ്റ്റോറി ടോൾഡ്. പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞിരിക്കുന്നത് ആരുടെ കാഴ്ചപ്പാടാണ്, ആരാണ് കഥ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഫ്ലിക്റ്റ് എന്നാണ് പിന്നെ വരുന്നത്. അതിൽ ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഫ്രം ദ സ്റ്റോറി. വിച്ച് ഓഫ് ദം വെർ ഇന്റേണൽ എന്ന് പറഞ്ഞാൽ സെൽഫ് വേഴ്സസ് സെൽഫ്, ആൻഡ് വിച്ച് വെർ എക്സ്റ്റേണൽ സെൽഫ് വേഴ്സസ് പേഴ്സൺ, സൊസൈറ്റി ഓർ നേച്ചർ. അപ്പോൾ അതാണ് കോൺഫ്ലിക്റ്റ്, തമ്മിൽ ഒരു സംവാദം പോലെ. അതാണ് നമ്മുടെ സ്റ്റോറി അനാലിസിസ്. സ്റ്റോറി അനാലിസിസിന്റെ ടെംപ്ലേറ്റ് ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം.
സെറ്റിംഗ് എന്താണ്? ഓൺ ദ പ്ലെയിൻസ് ഓവർലുക്കിംഗ് ദ ഹിൽസ്, അവിടെയാണ് സെറ്റിംഗ് അല്ലേ. പ്ലെയിൻസിലാണ് പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു താഴ്വര അല്ലേ, ഒരു പരന്ന പ്രദേശത്തിനാണ് നമ്മൾ പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്ലെയിൻസിലാണ് ഓവർലുക്കിംഗ് ആ ഹിൽസ്, കുന്ന് കാണുന്ന വിധത്തിലുള്ള, അവിടെയാണ് നമ്മുടെ സ്റ്റോറിയുടെ സെറ്റിംഗ്. പിന്നെ എന്താണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒരു ആൺകുട്ടിയും പെൺകുട്ടി, ലിറ്റിൽ ബോയ് ആൻഡ് ഗേൾ ആണ് ക്യാരക്ടേഴ്സ് വരുന്നത്. ക്യാരക്ടറൈസേഷൻ വരുന്നത് ഇവരുടെ സ്വഭാവ സവിശേഷതകളാണ് ചോദിച്ചിരിക്കുന്നത്. ബോയ് എന്താണ്? നെർവസ് ആണ്, ലാക്സ് കോൺഫിഡൻസ് ആണ്. പിന്നെ ലവ് ഗെയിൻസ് കോൺഫിഡൻസ് ആസ് ഹി ഗ്രോ അപ്പ് അല്ലേ. ലവിങ്, മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴാണ് ആ കോൺഫിഡൻസ് കിട്ടുന്നത്. ആരെയാണ്? സഹോദരനെ സ്നേഹിക്കുമ്പോൾ. അപ്പോൾ ഭയങ്കര നെർവസ് ആണ്, കോൺഫിഡൻസ് കുറവ് നമുക്ക് കാണാൻ പറ്റും. പെൺകുട്ടിയാണെങ്കിലോ ലവിങ് ആണ്, മെച്യൂർ ആണ്, എൻകറേജിങ് ആണ്, പോസിറ്റീവ് തിങ്കിങ് ആണ്, തിങ്കിങ് പോസിറ്റീവ്ലി അല്ലേ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറൈസേഷൻ ആണ് പെൺകുട്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ലവിങ് ആണ് ആള്, ഭയങ്കര പക്വതയോടെയാണ് സംസാരിക്കുന്നത്. പിന്നെന്താണ്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒപ്പം നല്ല പോസിറ്റീവ് ചിന്തകളും ആൾക്കുണ്ടായിരുന്നു. ഇനി തീം എന്ന് പറയുന്നത് ആർഡന്റ് ലവ് ആൻഡ് ഡെഡിക്കേഷൻ ടു വൺസ് വർക്ക് ക്യാൻ ബ്രിങ് ഫോർ സക്സസ് ഇൻ വൺസ് ലൈഫ്. അതായത് ഒരു സ്നേഹവും ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് തീം വരുന്നത്. ടോൺ എന്താണ്? ടച്ച് ടു റീഡ് അബൌട്ട് ദ ലവിംഗ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദി സിസ്റ്റർ. ദ സ്റ്റോറി ഇൻകൾക്കേറ്റ്സ് ഒപ്റ്റിമിസ്റ്റിക് വ്യൂസ് ഇൻ ലൈഫ്. എന്താണ് ആ കഥ? ഇപ്പം നമ്മളോട് പറഞ്ഞു തരുന്നത് ആ സഹോദരൻ്റെയും സഹോദരിയുടെയും സ്നേഹമാണ്. തന്നെയല്ല, വേറൊരു നമ്മുടെ ജീവിതത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു ചിന്തകൾ കൊണ്ടുവരാൻ ഈ സ്റ്റോറിക്ക് കഴിയുന്നുണ്ട് അല്ലേ, കഴിയുന്നില്ലേ? ഇമേജറി, എന്തൊക്കെ ചിത്രങ്ങളാണ് ഈ കഥ വായിച്ചപ്പോൾ തോന്നിയത്? അതാണ് എന്താണ്? ദ ഗ്ലിമ്മറിങ് സൺലൈറ്റ്, ആ സൂര്യൻ പൊൻപ്രഭ വതർന്ന ഇത്. പിന്നെ റസ്ലിംഗ് ലീവ്സ്, ആ ഇല ഒച്ച ഉണ്ടാക്കുന്നത്. പിന്നെ റിപ്ലിംഗ് സ്ട്രീം, അരുവി ഒഴുകണത്. വിത്ത് ദ ലൈറ്റ് ഷൈനിങ് അപ്പോൺ ദ ഹിൽസ്, ആ കുന്നിൻ്റെ മുകളിൽ സൂര്യൻ ഷൈൻ ചെയ്യുന്നത് അല്ലേ, സൂര്യപ്രഭ വരുന്നത്. പിന്നെ എന്തൊക്കെയാണ്? ദ വണ്ടർഫുൾ പിക്ചർ ഓഫ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ അറ്റ് വർക്ക് ട്രൈങ് ടു പെയിന്റ് എ പിക്ചർ. ഒരു ആൺകുട്ടിനെയും പെൺകുട്ടിനെയും നിങ്ങൾ കണ്ടില്ലേ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ദ ലിറ്റിൽ ബോയ് ഗ്രോയിങ് അപ്പ് ടു ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് വൺ ഡേ. എന്താണ് ആ കുഞ്ഞുകുട്ടി, ആൺകുട്ടി വലുതായി ഒരു ആർട്ടിസ്റ്റ് ആവുന്നതും നമുക്ക് മനസ്സിൽ കാണാൻ പറ്റി. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ഇമേജറി. ഇനി എന്താണ്? പോയിന്റ് ഓഫ് വ്യൂ. പോയിന്റ് ഓഫ് വ്യൂവിൽ ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കഥ പറയുന്നത്? ആൺകുട്ടിയല്ലേ. ദ ലിറ്റിൽ ബോയ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ കഥ കേട്ടത്. കോൺഫ്ലിക്റ്റ് എന്താണ് വരുന്നത്? ഇന്റേണൽ കോൺഫ്ലിക്റ്റ് വരുന്നത് ഡിസയർ ടു പെയിന്റ് എ പിക്ചർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു പെയിന്റ് ഇറ്റ് അല്ലേ. അതാണ് ഒരു പെയിന്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ആ കോൺഫിഡൻസ് ഇല്ലായ്മ. എക്സ്റ്റേണൽ എന്താണ്? ദ ഡിസയർ ടു പെയിന്റ് എ പിക്ചർ വേഴ്സസ് സൊസൈറ്റീസ് റെസ്പോൺസ് ടു എ ഇംപെർഫെക്റ്റ് വർക്ക്. ആ എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ പെയിന്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സൊസൈറ്റി എങ്ങനെ പ്രതികരിക്കും? ഒരു അപൂർണമായ ഒരു പടം അല്ലെങ്കിൽ പെർഫെക്ഷൻ ഇല്ലാത്തൊരു പടം വരച്ചാൽ സൊസൈറ്റി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതായിരുന്നു എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പോൾ സ്റ്റോറി അനാലിസിസ്, ഷോർട്ട് ടേം സ്റ്റോറി അനാലിസിസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ഒരു അനാലിസിസ്, ഒരു സ്റ്റോറിയുടെ അനാലിസിസ് നടത്തുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഇസ് ആക്ടിവിറ്റി 2. ആക്ടിവിറ്റി 2 എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. എ ഫ്യൂ ഓഫ് ദ മേജർ ഇൻസിഡൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. അപ്പോൾ സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. അപ്പോൾ നമ്മളോട് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 ഇൻസിഡൻസ് അവർ തന്നിട്ടുണ്ട്, കുറച്ച് ഗ്യാപ്സും ഉണ്ട്. ദ ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് എ ബ്രദർ പെയിന്റ് ദ പോർട്രേറ്റ്, അതാണ് തുടക്കം. പിന്നെ എന്താണ്? ഷീ സജസ്റ്റഡ് എ ഫ്യൂ ചേഞ്ചസ് ടു ദ പിക്ചർ. ആ പിക്ചറിന് കുറച്ച് ചേഞ്ചസ് പറയുന്നുണ്ട്. പിന്നെ 2 ഇൻസിഡൻസ് കഴിഞ്ഞിട്ട് ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി മിസ് ചെയ്തിട്ടുണ്ട്. മിസ് ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസിനും ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് ഫ്ലോ ചാർട്ട്? ദ ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് എ ബ്രദർ പെയിന്റിങ് ദ പോർട്രേറ്റ്, അതാണ് ഫസ്റ്റ് വരിക. പിന്നെ എന്താണ്? ദ ബോയ് വാസ് അൺഎബിൾ ടു ഡ്രോ ദ പിക്ചർ. അപ്പോൾ ആൺകുട്ടിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ. ഷീ ട്രൈസ് ടു ബിൽഡ് അപ്പ് ഹിസ് കോൺഫിഡൻസ് അല്ലേ, കോൺഫിഡൻസ്, ചേട്ടൻ്റെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? എ ബിഗ് ട്രാജഡി സ്ട്രക്ക് ദെയർ ഫാമിലി, ഒരു ട്രാജഡി വരുന്നുണ്ട് ഫാമിലിയിൽ. ദ ലിറ്റിൽ ബോയ് ഇസ് ഫിൽ വിത്ത് ഗ്രീഫ് അറ്റ് ദ ഡെത്ത് ഓഫ് സിസ്റ്റർ, ആ പെൺകുട്ടിയുടെ മരണത്തിൽ ഭയങ്കര ദുഃഖിച്ചിരിക്കുവാണ്. പിന്നെ എന്താണ്? സോറോ ഗിവ്സ് ഹിം പവർ ആൻഡ് ഹി ഡ്രോസ് ദ പിക്ചർ വിച്ച് ഹി മീൻസ് റെക്കഗ്നേഷൻ. അപ്പോൾ സങ്കടമൊക്കെ മാറി, സങ്കടം എന്താണ്? ശക്തി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പടം വരച്ച് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ആ പടം ആ ആൺകുട്ടിക്ക് എല്ലാവരും പ്രശംസയും പേരും ഒക്കെ നേടിക്കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്, ഇറ്റ് ഓൾസോ ഗീവ്സ് ഹാപ്പിനെസ്. എന്താണ്? ആ സന്തോഷം ജോലിയെടുക്കാനും കാത്തിരിക്കാനും ഒക്കെ സഹായിക്കും. തന്നെയല്ല അത് സന്തോഷവും തരുമെന്നാണ് പറയുന്നത്.
then it is called heaven. മനസ്സിലായല്ലോ? അപ്പോൾ മേജർ ഇൻസിഡൻസ് ഓഫ് ദ സ്റ്റോറി നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ദാറ്റ് ഈസ് ലെറ്റ് us enrich our vocabulary. അതാണ് ആക്ടിവിറ്റി വരുന്നത്. വൊക്കാബുലറി എൻറിച്ചിങ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ ആക്ടിവിറ്റി 1 അതിൽ എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ ബോക്സ് തന്നിട്ടുണ്ട്, ഇതാണ് ബോക്സ്, നമ്മുടെ ലാസ്റ്റ് വരുന്നതാണ് ബോക്സ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, ഇവിടെ കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് കാണാം. അപ്പോൾ നമ്മളോട് ഇവിടെ എന്താണ് പറയുന്നത്? ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ബ്ലാങ്ക് സ്പേസസ് ഇട്ട് വായിച്ച് നോക്കാം, എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. The little girl asked the boy to do his work with great dash. She asked him to see the dash of the sunlight. In nature, we could listen to the dash of the leaves. In nature, we could also hear the dash of the streams. It is a great dash for artists to capture the beauty of nature. It is definitely a dash to represent nature imperfectly. The little boy was in great dash when he learned about the death of his sister. The boy felt that happiness is something difficult to dash. അതാണ് വേർഡ്സ്. അപ്പോൾ ഈ ബോക്സിലുള്ളത് എന്തൊക്കെയാണ്? സീസ് ഉണ്ട്, ഹോണർ ഉണ്ട്, ഗ്ലിമ്മർ ഉണ്ട്, ഗ്രീഫ് ഉണ്ട്, റിപ്ലിംഗ് ഉണ്ട്, റസ്ലിംഗ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, സിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വരും നോക്കാം. The little girl asked the boy to do his work with great, എന്ത് വരും? വിത്ത് ഗ്രേറ്റ്. സീസ് ആണോ, ഹോണർ ആണോ, ഗ്ലിമ്മർ ആണോ, ഗ്രീഫ്, റിപ്ലിംഗ്, റസ്ലിംഗ്, ഡെഡിക്കേഷൻ, സിൻ. എന്തായിരിക്കും വരിക? ഡെഡിക്കേഷൻ. അപ്പം നമുക്കിവിടെ എഴുതാം ഡെഡിക്കേഷൻ. ഇനി എന്താണ്? ഷീ ആസ്ക്ഡ് ഹിം ടു സീ ദ ഡാഷ് ഓഫ് ദ സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ എന്തോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡെഡിക്കേഷൻ കട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഡെഡിക്കേഷൻ എടുത്തല്ലോ. സീസ് ഉണ്ട്, ഹോണർ ഉണ്ട്, ഗ്ലിമ്മർ, ഗ്രീഫ്, റിപ്ലിംഗ്, റസ്ലിംഗ്, സിൻ. എന്താണ്? ഗ്ലിമ്മർ അല്ലേ? അടുത്തത് എന്താണ്? ഇൻ നേച്ചർ വി കുഡ് ലിസൺ ടു ദ ഡാഷ് ഓഫ് ദ ലീവ്സ്. ലീവ്സിൻ്റെ എന്ത് ലിസൺ ചെയ്യാം എന്നാണ് പറയുന്നത്. ചാപ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗ്ലിമ്മറും കട്ട് ചെയ്തു മിസ് കേട്ടോ. എന്താണ്? സീസ്, ഹോണർ, ഗ്രീഫ്, റിപ്ലിംഗ്, റസ്ലിംഗ്, സിൻ ഉണ്ട്. എന്തായിരിക്കും? റസ്ലിംഗ് അല്ലേ? റസ്ലിംഗ് ഓഫ് ലീഫ്. അടുത്തത് എന്താണ്? ഇൻ നേച്ചർ വി കുഡ് ഓൾസോ ഹിയർ ദ ഡാഷ് ഓഫ് ദ സ്ട്രീംസ്. സ്ട്രീംസ് ഒഴുകി പോകുന്ന ആ സൗണ്ടിന് എന്താണ് നമ്മൾ പറയുന്നത്? സീസ് എന്നാണോ, ഹോണർ എന്നാണോ, ഗ്രീഫ് എന്നാണോ, റിപ്ലിംഗ് എന്നാണോ, സിൻ ആണോ? റിപ്ലിംഗ് അല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ റിപ്ലിംഗ് കൂടി കട്ടായിട്ടോ. റിപ്ലിംഗ് ഓഫ് സ്ട്രീംസ്. ഇനിയോ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഡാഷ് ഫോർ ആർട്ടിസ്റ്റ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. എന്താണ് അത് വരുന്നത്? അപ്പോൾ ഇനിയുള്ളത് സീസ്, ഹോണർ, ഗ്രീഫ്, സിൻ ആണ്. എന്താണ്? ഹോണർ അല്ലേ? ഇനി എന്താണ്? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ ഡാഷ് ടു റെപ്രസെൻറ്റ് നേച്ചർ ഇംപെർഫെക്റ്റ്ലി. എന്താണ്? അത് നമുക്ക് ഓൾറെഡി അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി സീസ്, ഗ്രീഫ്, സിൻ ആണുള്ളത്. അവിടെ എന്ത് വരിക? സിൻ വരും അല്ലേ? ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സിൻ. The little boy was in great dash when he learned about the death of his sister. മരണം എന്താണ് കൊടുത്തത്? ഗ്രീഫ് അല്ലേ? ഇത് ഓരോന്നും വായിച്ച് നോക്കിയിട്ട് വേണം ചൂസ് കറക്റ്റ് ആൻസർ ചെയ്യാൻ കേട്ടോ. ദ ബോയ് ഫെൽ ദാറ്റ് ഹാപ്പിനെസ് ഇസ് സംതിങ് ഡിഫിക്കൾട്ട് ടു സീസ്. ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിലിട്ടാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ആ വാക്കുകൾ എടുക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ചെയ്തു ഇല്ലേ? സിന്ന് നമ്മൾ ഓൾറെഡി എടുത്തു, സീസും എടുത്തു. അപ്പോൾ ആ ആക്ടിവിറ്റി കഴിഞ്ഞില്ലേ? അപ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ ആക്ടിവിറ്റി 2 നമ്മൾ പോകുന്നത്. യു ഹാവ് സ്റ്റഡീഡ് ഹൗ ടു യൂസ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്സ്. അപ്പോൾ പ്രിഫിക്സ് എന്താണെന്നും സഫിക്സ് എന്താണെന്നും മുമ്പുള്ള പോർഷൻസിൽ യൂണിറ്റ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. മിസ് ജസ്റ്റ് ഒന്ന് പറയാം. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സഫിക്സ് എന്ന് പറയുമ്പോൾ, പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വേർഡ് മുമ്പിൽ ആഡ് ചെയ്യുന്നത്. സഫിക്സ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത് അല്ലേ? നൗ ഐഡന്റിഫൈ 8 വേർഡ്സ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഹാവ് ഡിഫറെൻറ്റ് സഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു വേർഡിൻ്റെ കഴിഞ്ഞിട്ട്. ഇപ്പം ആൻസർ എന്നാണെങ്കിൽ ആൻസേർഡ്, ED ആഡ് ചെയ്തു. അപ്പോൾ അതൊരു പുതിയ വേർഡ് ആകുന്നു. അതാണ് സഫിക്സ് എന്ന് പറയുന്നത്. പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ മുമ്പിൽ ആഡ് ചെയ്യുന്നത്. അൺഹാപ്പി, ഹാപ്പിയുടെ മുമ്പിൽ ആഡ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സഫിക്സ് ആണ്. മാറിപ്പോകരുത് കേട്ടോ. പ്രീ എന്ന് പറയുമ്പോൾ എപ്പോഴും മുമ്പിൽ എന്ന് ഓർക്കണം. സഫിക്സ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട്. നൗ ഐഡന്റിഫൈ 8 വേർഡ്സ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഹാവ് ഡിഫറെൻറ്റ് സഫിക്സസ് സച്ച് ആസ് ED, LY, SORES, ഫുള്ള്, നെസ്, ഇങ്, and est, separating the root word and the suffix. 1 is done for you. അപ്പോൾ ആക്ടിവിറ്റി ഓൾറെഡി നിങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സഫിക്സ് എന്തൊക്കെ വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ED വേണം, LY വേണം, SORES വേണം, ഫുള്ള്, നെസ്, ഇങ്, est ഒക്കെ
വരണ വിധത്തിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് എന്താണ് പറഞ്ഞേക്കുന്നത്, റൂട്ട് വേർഡിൽ നിന്ന് സഫിക്സിനെ സെപ്പറേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ ടേബിളിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർഡ്സ് വിത്ത് സഫിക്സസ് ഫ്രം ദ സ്റ്റോറിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റൂട്ട് വേർഡും സഫിക്സും ആദ്യത്തെ തന്നിട്ടുണ്ട്. വാച്ചിങ് എന്ന വേർഡ്, വാച്ചിങ്ങിൽ വാച്ച് ഇങ് അല്ലേ, വാച്ചിൻ്റെ കൂടെ സഫിക്സ് എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇങ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് എഴുതാം. ആൻസേർഡ്. അപ്പോൾ എന്ത് വരും, ഇവിടെ ആൻസർ വരും, ഇവിടെ എന്ത് വരും, ഇ ഡി അല്ലേ, ഇ ഡി വരും. അടുത്ത വേർഡ് നമുക്ക് എഴുതാം ഈഗർലി. അപ്പോൾ എന്ത് വരും, ഇവിടെ ഈഗർ വരും, ഇവിടെ എന്ത് വരും, എൽ വൈ വരും, സഫിക്സ്. നെക്സ്റ്റ് ഇസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ എന്ത് വരും, ഇവിടെ ബ്യൂട്ടി വരും, ഇവിടെ ഫുൾ വരും. ഇനി ഇവിടെ എന്ത് വരും, ഹാപ്പിനെസ്. അപ്പോൾ എന്ത് വരും, ഹാപ്പി വരും, ഇവിടെ എന്ത് വരും, നെസ് വരും. ക്ലിയർ അല്ലേ, മനസ്സിലാവണ്ടല്ലോ അല്ലേ സഫിക്സ് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂട്ട് വേർഡ്. ഇതിൽ നിന്ന് നമ്മൾ സഫിക്സ് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ക്ലിയർ അല്ലേ. തിങ്സ് എന്ന് പറയുമ്പോൾ തിങ്ങിൻ്റെ കൂടെ എന്താണ്, എസ് ആഡ് ചെയ്ത് അല്ലേ. ഹംബ്ലസ്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഹംബിൾ വരും, ഇവിടെ എസ്റ്റ് വരും. നെക്സ്റ്റ് ഇസ് ഹാപ്പിയർ. അപ്പോൾ ഇവിടെ എന്ത് വരും, ഹാപ്പി വരും. ഇങ്ങനെയുള്ള കുറേ വേർഡ്സ് നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഹാപ്പി, ഇവിടെ എന്ത് വരും, എർ വരും അല്ലേ. വൈക്ക് പകരം അവിടെ എന്തുവാ, ഐ ആകും. അപ്പോൾ ഇതാണ് സഫിക്സ്. സഫിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. സഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എപ്പോഴും റൂട്ട് വേർഡിൻ്റെ ബാക്കിൽ, റൂട്ട് വേർഡ് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ടു ലെറ്റേഴ്സോ 3 ലെറ്റേഴ്സൊക്കെ ആഡ് ചെയ്ത് പുതിയൊരു വേർഡ് ആക്കുന്നത്. Look at the following sentences from the story. If I do it badly, it will make them unhappy. It is a sin to do anything which might represent the world imperfectly. ഇതെന്തായിരിക്കും, അപ്പോൾ ഈ ഹാപ്പിയുടെ കൂടെ എന്താ ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലിയുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. The underlined words take the prefixes and അല്ലേ. പ്രിഫിക്സ് ആണ് ഒരു വേർഡിൻ്റെ ഫ്രണ്ടിൽ ആഡ് ചെയ്തേക്കാണ്. റെസ്പെക്റ്റീവ്ലി ടു ഫോം വേർഡ്സ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ റൂട്ട് വേർഡ്സ്. അതായത് ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആ വേർഡ് മാറുന്നുണ്ട്, പെർഫെക്റ്റ്ലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ വേർഡും മാറുന്നുണ്ട്. മനസ്സിലായോ, നമ്മൾ പ്രിഫിക്സ് ആഡ് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് വേർഡായി, ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡായി. അൺഹാപ്പി എന്ന് പറയുന്നത് സങ്കടമാണെന്നല്ലേ, അപ്പോൾ അൺഹാപ്പി അൺഹാപ്പി. അപ്പോൾ എന്തായി, നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡ് ഫോം ആയി. പെർഫെക്റ്റ്ലിയുടെ ആഡ് ചെയ്തപ്പോൾ ഇംപെർഫെക്റ്റ്ലി ആയി, ഓപ്പോസിറ്റ് വേർഡ് മീനിങ് വന്നില്ലേ. Other prefixes that are often used to form and the antonym of the root words. Antonym എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ്സ് എന്നാണ് അർത്ഥം കേട്ടോ. ആറിൻ ഇന്നും ഡിസ്സും ആഡ് ചെയ്ത് നമ്മൾ ഓപ്പോസിറ്റ്സ് ഉണ്ടാക്കാറുണ്ട്. Prepare a list of root words and their antonyms using the prefixes mentioned above. Write at least 5 words with each prefix. അപ്പോൾ നമ്മളോട് ഈ റൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്, ഇന്ന്, ഡിസ്, അണ്ണ്, ഇമ്മൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് റൂട്ട് വേർഡും മനസ്സിലാവും. അപ്പോൾ ആക്ടിവിറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ്, അൺഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് വരിക, ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന റൂട്ട് വേർഡിന് ആഡ് ചെയ്ത് എന്താക്കി, അൺഇമ്പോർട്ടൻ്റ് ആക്കി. അൺഫെയർ, ഫെയർ ആണ്. പിന്നെ യൂഷ്വൽ ആണ്. ഇൻട്രസ്റ്റിംഗ്, അൺലക്കി, ലക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്ന് നമുക്ക് അറിയാം. അതായത് റൂട്ട് വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്തൊക്കെയാണ്. മനസ്സിലായല്ലോ. ആഡ് ചെയ്തിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കി. മെച്യൂറിൻ്റെ ഓപ്പോസിറ്റ് ഇമ്മെച്യൂർ ആണ്. പോസിബിൾ, ഇംപോസിബിൾ. ഓക്കെ. മോർട്ടൽ ആണ്. മൊബൈൽ, ഇംപേഷ്യൻറ്റ്, പേഷ്യൻറ്റ്. ക്ലിയർ അല്ലേ. ആണ് അടുത്തത്. ഇൻസെക്യൂർ എന്ന് പറയുമ്പോൾ സെക്യൂർ ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് പറയുമ്പോൾ അപ്രോപ്രിയേറ്റ് വരും. ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വരും. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വരും. ഇൻക്രെഡിബിൾ എന്ന് പറയുമ്പോൾ ക്രെഡിബിൾ വരും. ക്ലിയർ. ഡിസ് വെച്ചിട്ട് എന്താണ്, ക്വാളിഫൈ വരും. ഡിസേബിൾ, ഏബിൾ വരും. ഡിസപ്രൂവ്, അപ്രൂവ് വരും. ഡിസ്എഗ്രി, എഗ്രി വരും. ഡിസ്കണക്റ്റ്, കണക്റ്റ് വരും.
വളരെ സിമ്പിളാണ് ഇതിന്ന് ആന്റോണിംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഈ തന്നിരിക്കുന്ന ഈ സ്മോൾ തിങ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രിഫിക്സസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള വേർഡാണ് ലഭിക്കുക. മനസ്സിലായല്ലോ എങ്ങനെയാണ് പ്രിഫിക്സ് ആഡ് ചെയ്ത് ആന്റോണിംസ് ഫോം ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. Moving on to the next activity, that is activity 4. Look at the following sentence from the story. അപ്പോൾ സ്റ്റോറിയിലുള്ള സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. The little sister went to and stood by him watching while he painted. അപ്പോൾ എന്താണ്? went അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, stood അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, painting അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. The underlined words in the above sentences are action words. Action wordsനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്താണ്? 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലേ? വേർബ്സ് അല്ലേ. വേർബ്സ് ആണ് ആക്ഷൻ വേർഡ്സ്. ആൻഡ് ദേ ആർ ഇൻ ദ പാസ്റ്റ് ടെൻസ് ഫോം. പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും അറിയാവോ? 3 ടെൻസ് ഉണ്ട്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നടന്നു കഴിഞ്ഞത്, പ്രസന്റ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്നത്. ഈ 3 ടെൻസ് അറിയാലോ. ഈ 3 ടെൻസിൽ തന്നെ പിന്നെയും ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ടെൻസസ് അല്ല മിസ് ഇപ്പോൾ എടുക്കുന്നത്, സോ അതിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ പാസ്റ്റ് ടെൻസ് ആണ്. അതായത് വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, വെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, സ്റ്റുഡ് പാസ്റ്റ് ടെൻസ് ആണ്, പെയിന്റഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അത് ക്ലിയർ അല്ലേ? ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, സ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്റ്റുഡ്, പെയിന്റിന്റെ പാസ്റ്റ് ടെൻസ് ആണ് പെയിന്റഡ്. അത്രയും ക്ലിയർ അല്ലേ? Read the text and find out how the action words make their past forms from the root word. അപ്പോൾ റൂട്ട് വേർഡിൽ നിന്ന് ആക്ഷൻ വേർഡ്സ് എങ്ങനെയാണ് പാസ്റ്റ് ഫോമിലോട്ട് എത്തുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ വരിയിലും നമുക്ക് അങ്ങനത്തെ ടെൻസസ് കിട്ടും, ഓരോ വരിയിലും നമുക്ക് ആക്ഷൻ വേർഡ്സ് കിട്ടും. ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ വേർബ് ഉണ്ടാവും. ആ വേർബിൽ നിന്ന് പാസ്റ്റ് ഫോർമേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? മിക്കപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഓരോ കഥ എഴുതുന്നതും പാസ്റ്റിലായിരിക്കും അല്ലേ. ഓൾറെഡി ഈ നടന്നു പോയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പറയുന്നതുകൊണ്ട് പാസ്റ്റ് ഫോമിലുള്ള സെൻറ്റൻസസ് എന്തായാലും നമുക്ക് കഥയിൽ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഡു യു സീ എനി ഫിക്സ്ഡ് പാറ്റേൺ ഇൻ ഫോമിങ് ദ പാസ്റ്റ് ഇൻ ദ കേസ് ഓഫ് മെജോറിറ്റി ഓഫ് വേർഡ്സ് ആണ്. അപ്പോൾ കുറേ മോസ്റ്റ് പ്രോപ്പർലി കുറേ വാക്കുകൾക്ക് ഈ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് യു കോൾ സച്ച് വേർഡ്സ്? ഉണ്ടോ എന്തെങ്കിലും പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? നമുക്കറിയാം മിക്ക വേർഡിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ഓഫ് ദ വേർഡ് കിട്ടും. പാസ്റ്റ് ടെൻസ് കിട്ടാൻ വേണ്ടി ആ റൂട്ട് വേർഡിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ടെൻസ് കിട്ടും. അങ്ങനെയുള്ള വേർഡുകളെ എന്തെങ്കിലും വിളിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, മെജോറിറ്റി ഓഫ് വേർബ്സ് ഫ്രം ദ പാസ്റ്റ് ആഡിങ് ഇ ഡി അറ്റ് ദെയർ ഉണ്ട് അല്ലേ. ഇ ഡി ആഡ് ചെയ്യും. അങ്ങനെയുള്ള വേർഡ്സിന് അങ്ങനെയുള്ള വേർബ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെഗുലർ വേർബ്സ്. എന്താണ് നമ്മൾ വിളിക്കുന്ന പേര്? റെഗുലർ വേർബ്സ്. എന്താണ്? അതായത് പെയിന്റ്, പെയിന്റഡ്. നോക്കിയേ, പെയിന്റ് എന്ന വേർഡിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്ത് പെയിന്റഡ് ആക്കി. സച്ച് ടൈപ്സ് ഓഫ് വേർഡ്സ് ആർ കോൾഡ് റെഗുലർ വേർബ്സ്. എന്താണ്? ഇറഗുലർ അല്ല, റെഗുലർ വേർബ്സ്. അപ്പോൾ അതിനെ ഇ ഡി ആഡ് ചെയ്ത് വേർബ് പാസ്റ്റ് ടെൻസിലോട്ട് ആക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് റെഗുലർ വേർബ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ റെഗുലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കൂടിയുണ്ട്? ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇറഗുലറും ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റെഗുലർ വേർബ്. അപ്പോൾ ഇനി പാഠത്തിൽ നിന്ന് റെഗുലർ വേർബ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഗിവ് 5 എക്സാമ്പിൾസ് ഫോർ സച്ച് വേർബ്സ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് 5 എക്സാമ്പിൾസ് തരാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. വൺസ് മോർ ദേ ലുക്ക്ഡ്. എന്താണ്? ലുക്ക് അല്ലേ. ഇ ഡി ആഡ് ചെയ്തില്ലേ? അപ്പോൾ എന്തായി? ലുക്ക്ഡായി. ഓക്കെ, ഇപ്പം ലുക്ക്ഡായില്ലേ. അറ്റ് ദ ഹിൽസ് ദാറ്റ് സീംഡ് ഇല്ലേ, സീമിൻ്റെ കൂടെ ഇ ഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടു റൈസ് ഔട്ട് ദ ഡീപ് ഷാഡോ ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗെദർ ദേ വെൻറ്റ് ഹോം. വെൻറ്റും പാസ്റ്റ് ഫോമാണ്, പക്ഷെ വെൻറ്റ് ഇറഗുലറിൽ വരുള്ളൂ. അത് പറയാം. ഇപ്പം റെഗുലർ മാത്രം നോക്കിയാൽ മതി. ബട്ട് ആഫ്റ്റർ മെനി ഇയേഴ്സ് ആസ് ഹി സാറ്റ് ആൻഡ് വർക്ക്ഡ്. എന്താണ്? വർക്ക്. പിന്നെന്താണ്? ഇ ഡി, വർക്ക്ഡായി. എ സ്ട്രേഞ്ച് പവർ കം ടു ഹിം. ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദി ടൈം ഐ വർക്ക്ഡ്. വർക്ക് തന്നെ വന്നു. ഇനി എന്താണ്? സൺ, യുവർ ലിറ്റിൽ സിസ്റ്റർ വാണ്ടേർഡ്. വാണ്ടർ അല്ലേ. വാണ്ടർ എന്ന വേർഡിൻ്റെ കൂടെ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഇ ഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ടു അനദർ വേൾഡ് ആൻഡ് ജേർണീഡ്. ഉണ്ടോ? ജേർണിയുടെ കൂടെ ഇ ഡി ആഡ് ചെയ്തു. ആൻഡ് സോ ഫാർ ദാറ്റ് ഷീ ലോസ്റ്റ് ദ ക്ലൂ ടു ദ എർത്ത് ആൻഡ് കുഡ് നോട്ട് ബി ബാക്ക് എനിമോർ. ഇറ്റ് വാസ് എ സോറോ ദാറ്റ് ഗേവ് മീ പവർ. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായല്ലോ സെൻറ്റൻസസ് ഒക്കെ എന്തൊക്കെയാണെന്ന്. ഇനി നമുക്ക് വാട്ട് യു കോൾ വേർബ്സ് വിച്ച് ഡു നോട്ട് ഫോളോ ദിസ് പാറ്റേൺ. ഈ പാറ്റേൺ ഇ ഡി വെച്ചിട്ട് വേർബ് ഫോം ചെയ്യാൻ പറ്റാത്ത ഈ പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറഗുലർ വേർബ്സ്. വേർബ്സ് വിച്ച് ഡു നോട്ട് ഫോളോ ദിസ് പാറ്റേൺ ആർ കോൾഡ് ഇറഗുലർ വേർബ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്താണ് വരുന്ന?
നൗ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് സച്ച് വേർബ്സ് ഫ്രം ദ സ്റ്റോറി. അപ്പം നമുക്ക് സ്റ്റോറിയിൽ നിന്ന് കുറേ വേർബ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വേർബ്സ് മിസ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പോൾ എക്സാം പോയിന്റ് ബുക്സ് റെഫർ ചെയ്തിട്ടാണ് മിസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഗോ? എന്തായി? ഗോ എന്തായി? വെന്റ്, ഗോൺ. കണ്ട, ഇ ഡി ആഡ് ചെയ്തിട്ട് പറ്റുമോ? ഇ ഡി ആഡ് ചെയ്തിട്ടില്ല. അതിന് പകരം വേറൊരു ഫോർമേഷൻ ആണ് പാസ്റ്റ് ടെൻസിലോട്ട് പോയേക്കുന്നത്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇതെന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് ആണ്. അതൊക്കെ നമുക്ക് 3 ഫോംസ് ഓഫ് വേർബ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇത് പ്രസൻറ്റ് ആണ്, ഇത് പാസ്റ്റ് ആണ്, ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയാണ് ഇത് വരുന്നത്. അറിയാമോ? ഇതൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു മിസ്. ഓക്കെ, ഇതിനെ നമ്മൾ പി പി എന്ന് പറയും. പി പി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണേ. ഇനി വേറൊരു സാധനം കൂടിയുണ്ട്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിനാണ് നമ്മൾ ING ചേർത്ത് കഴിഞ്ഞാൽ അതിന് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ 3 ഫോംസ് ഓഫ് വേർബ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അതിനെ 4 ഫോംസ് ഓഫ് വേർബ് എന്ന് പറയും. അപ്പോൾ പ്രസൻറ്റ്, പാസ്റ്റ്, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ V1, V2, V3 ആ ഒരു ഫോർമേഷനിലാണ് പോവുക. ഇതിനെ നമ്മൾ അങ്ങനെ വിളിക്കാറുണ്ട്, V1, V2 ആൻഡ് V3 അങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ V1-ൽ എന്താ ചേഞ്ച് വരിക, അങ്ങനെയൊക്കെ നമ്മൾ റെഗുലർ നന്നായിട്ട് ഗ്രാമർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വേർഡ് നോക്കാം. സ്റ്റാൻഡ് ആണ്. സ്റ്റാൻഡിന് എന്താണ്? സ്റ്റുഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിളിലും വ്യത്യാസമൊന്നുമില്ല, സ്റ്റുഡ് തന്നെയാണ്. കം എന്തായി? കെയിം, കമ്മായി. ഓക്കെ, ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ് വന്നു. മേക്ക്, മെയ്ഡ്, മെയ്ഡ് വന്നു. നോ, ന്യൂ, നോൺ വന്നു. ഡു, ഡിഡ്, ഡൺ വന്നു. അപ്പോൾ ഇത് കാണാതെ തന്നെ പഠിക്കണം, ഒരു മനസ്സിലാക്കി പഠിക്കണം. നമുക്കൊരു ഊഹം കിട്ടും. എല്ലാ വേർഡും നമ്മൾ കാണാപ്പാടം പഠിക്കാറില്ല. നമ്മുടെ ഇൻ്റലിജൻസ്, നമ്മുടെ ബുദ്ധിയൊക്കെ കാര്യമായി വർക്ക് ചെയ്ത് നമ്മൾ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ കംപ്ലീറ്റ്ലി എല്ലാ വേർഡ്സും എല്ലാ ഇറഗുലർ വേർബ്സിൻ്റെയും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്നും നമ്മൾ കോപ്പൺലി കാണാതെ പഠിക്കാറില്ല. നമുക്കൊരു ഐഡിയ കിട്ടും, ദിസ് ഇസ് ഹൗ ഇറ്റ് ഇസ് ബീൻ മെയ്ഡ് എന്ന്. ഒരു പ്രാവശ്യം കണ്ടാലൊക്കെ പോരെ ഇല്ലേ? ഇതൊക്കെ കാണാതെ പഠിക്കാൻ പറ്റുമോ? ഈ ലോകത്തുള്ള എല്ലാ ഇറഗുലർ വേർബ്സും നമുക്ക് കാണാതെ ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ കാണാതെ പഠിക്കാം, അപ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നോളും.